സന്തോഷമുള്ളവർ ചേർന്ന് കരമുയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഏവർക്കും കൂടി വരുവാനും വിശേഷിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളെ വീണ്ടും ശുശ്രൂഷിപ്പാനും കർത്താവ് തരുന്ന മുഖാന്തരങ്ങൾക്കും അവസരങ്ങൾക്കും വിശേഷിച്ച് നിയോഗങ്ങൾക്കുമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ സീനിയർ ശുശ്രൂഷകൻ കുടുംബം, ആത്മീക ശുശ്രൂഷകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന കർത്തൃദാസന്മാർ, ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ എനിക്ക് നിയോഗിക്കപ്പെട്ട 4-ാം സെഷനിലേക്ക് കർത്താവ് എന്നെ നിർത്തിയതോർത്ത് ദൈവത്തിൻ്റെ മഹത്വം. കഴിഞ്ഞ 3 സെഷനുകളിൽ നിങ്ങളെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തന്നു. 3 സെഷനിലും എനിക്ക് അനുവദിച്ച സമയം ഞാൻ ഒത്തിരി മറികടന്നു. സ്തോത്രം. ഈ സെഷനിൽ നിശ്ചയമായിട്ടും സമയപരിധിക്കുള്ളിൽ ഈ ശുശ്രൂഷകളെ അവസാനിപ്പിക്കും. അഭിഷക്തൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ജിബിൻ എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. കോട്ടയത്തിനും കുമരകത്തിനും മധ്യേ കാഞ്ഞിരം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർത്തപ്പെട്ടതും. എനിക്ക് കുടുംബം, ഫാമിലിയുണ്ട്. വൈഫ്, 2 മക്കൾ. ആദ്യത്തെ ആൾ 7th-ലും രണ്ടാമത്തെ ആൾ UKG-ലും പഠിക്കുന്നു. പപ്പയുണ്ട്, അമ്മയുണ്ട്, 2 സഹോദരങ്ങളുണ്ട്, വെല്ലുമ്മച്ചിയുണ്ട്. അങ്ങനെ ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിപ്പാനും ദൈവത്തിൻ്റെ വചനപ്രകാരം വളർത്തപ്പെടുവാനും കർത്താവ് കൃപ തന്നു. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എൻ്റെ പഠനം, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ, ഞാൻ ബയോമെഡിക്കൽ ഇൻഡസ്ട്രിയിലായിരുന്നു പഠനം നടത്തിയതും ജോലി ചെയ്തതും. എന്നാൽ 2014 ജനുവരി 2-ന് കർത്താവ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ തന്നപ്പോൾ കോട്ടയം പട്ടണത്തിലൊരു ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫ് അവളുടെ സിസേറിയൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ വരാന്തയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ആത്മീക ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തിപരമായി ഒരു ശബ്ദം കേൾക്കുന്നത്. എൻ്റെ കാതുകൊണ്ട് കേൾക്കാൻ പാകത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞൊരു വാചകം, മോനെ ജിബിനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എനിക്ക് കൃത്യമായിട്ടത് സെൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ വൈഫ് ഒരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ഞങ്ങൾ ആ ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലിനകത്ത് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. പൂർണ്ണ സമയം മിനിസ്ട്രിക്ക് വേണ്ടി അന്ന് സമർപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. നിങ്ങളുടെ നടുവിൽ ദൈവം നിർത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റിയില്ല. കർത്താവ് ഏൽപ്പിച്ച ദൂത് അതൊരു ഡെലിവർ ചെയ്യാനുള്ള ഭയങ്കര നിയോഗത്തോടെയാണ് നിന്നത്. കർത്താവ് നടത്തട്ടെ. സ്തോത്രം. എന്നെ കർത്താവ് ഏൽപ്പിച്ചൊരു ദൂത് ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്കിട്ട് വളരെ ശാന്തമായി ഈ വചനം നിങ്ങൾക്ക് വേണ്ടി കൈമാറി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് എനിക്കും എൻ്റെ അകത്ത് ഈ ദൂത് എന്ന പരിശുദ്ധാത്മാവിനും ഉള്ളൊരു നിയോഗം. എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് പിടികിട്ടണം. കാരണം ഈ ഒരു സീസണിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുവദിച്ച അവസാന ദിവസം വരെ, അവസാന മിനിറ്റ് വരെ നമ്മെ അത്ഭുതകരമായി ആത്മീകത്തിലും ഭൗതികത്തിലും നടത്തുന്ന ദൈവിക മർമ്മങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ ചില സീക്രട്ടുകൾ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടാൻ പോകുകയാണ്. ആകയാൽ നിങ്ങളുടെ കാതും ഹൃദയവും തുറന്ന് ഈ ദൂതിനെ കേൾക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലൊന്ന് അടയ്ക്കാമോ? പുറമേയുള്ള കണ്ണുകൾ അടയുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞ ഈ സീസണിലെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ
ഒടുവിലത്തെ രാത്രി ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത് എൻ്റെ ജീവിതത്തിനൊരു വലിയ രൂപാന്തരത്തിന് കാരണമായി തീരണം. ദൈവവചനം അതിൻ്റെ പൊരുൾ തിരിഞ്ഞ് നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇതിനകത്ത് ഒത്തിരി വലിയ ഇമോഷനുകളൊന്നും വെളിപ്പെട്ടില്ലെങ്കിലും, പ്രൗഢഗംഭീരമായൊരു പ്രസംഗമൊന്നും ഇന്നിവിടെ നടന്നില്ലെങ്കിലും, എൻ്റെ ഭാവിയെ തൊടുന്ന, എൻ്റെ ഭാവിയെ തിരിക്കുന്ന ദൈവരാജ്യ മഹത്വത്തെ കർത്താവ് എൻ്റെ മീതെ ഒന്ന് കൈമാറണം. ആത്മാവിൽ കണക്റ്റ് ആകാൻ പറ്റുന്നവർ ശാന്തമായി ദൈവമുഖത്തേക്ക് നോക്കി. പുറമേയുള്ള കണ്ണുകൾ അടയുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ തൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അകക്കണ്ണ് തുറക്കട്ടെ, ആന്തരിക നയനങ്ങൾ തുറക്കട്ടെ. ബാഹ്യമായതൊന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ ഇന്നർമാൻ, എൻ്റെ അകത്ത മനുഷ്യനെ പ്രബലപ്പെടുത്തുന്ന ഒരു ദൈവമഹത്വം ശക്തമായി എൻ്റെ മീതെ തുറക്കണമെന്ന് മൗനമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ. നമ്മുടെ മീതെ ഹെവൻ്റെ ഡോറുകൾ തുറക്കുന്നല്ലോ, നമ്മുടെ നടുവിലേക്ക് ദൈവദൂതന്മാർ ഇറങ്ങുന്നല്ലോ. ഈവൻ ഈ ഹോളിനകത്ത്, ഈ ആലയത്തിൻ്റെ 4 ചുവരുകളുടെ ഉള്ളിൽ നാം ശ്വസിക്കുന്ന ഓക്സിജനകത്ത് പോലും ക്രിസ്തുവിൻ്റെ ജീവൻ, നാം വലിച്ചെടുക്കുന്ന ശ്വാസത്തിനകത്ത് പോലും നാഥൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന രാത്രി. ആ കണ്ണുകളെല്ലാം അടച്ച് ഊരമസ്യാൻധരേ, നന്ദി കർത്താവേ. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ. സഭയൊരുമിച്ച് ചേർന്ന് പാടിക്കേ. വചനമെന്നാത്മാവിൻ അരുളുകദാസരിൽ വരമധികം പകരുകയാത്മാവ് തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ആ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ നാമത്തിൽ ചോദിച്ചാൽ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുവാനായി അത് നിവർത്തിച്ചു തരും എന്ന ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയാകയാൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി, ഈ സഭയുടെ കരത്തിൻ്റെ കീഴിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന വിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടി, വിശേഷാൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാനും ദൈവവചന കേൾവിക്കുമായി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കുമായി അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനത്തിൻ്റെ പൊരുൾ ഇവിടെ തുറക്കുമ്പോൾ അങ്ങയുടെ മക്കളെ പ്രയാസപ്പെടുത്തുന്നത് എന്താണോ, ശാരീരികം, മാനസികം, ആരോഗ്യം, സാമ്പത്തികം, പൈശാചികം, ഏതേറികളിലാണോ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്, അതിന്മീതെ ദൈവമഹത്വം ശക്തിയോടെ വെളിപ്പെട്ട് വരണം. എൻ്റെ പഠനമോ അറിവോ ഒരുങ്ങിയതോ ഒന്നുമല്ല. ഈ തിരുവെഴുത്തിലൂടെ ഈ ജനത്തെ അടുത്തൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ ഏതൊക്കെ ദൂതുകൾ, അതെങ്ങനെയൊക്കെ പൊരുൾ തിരിഞ്ഞു വരണമോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ശക്തിയോടെ കൈമാറും. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. എന്നെ തൊടണം,
എൻ്റെ വിഷയത്തെ തൊടണം. ദൈവം എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതികളിലേക്ക് എന്നെ എത്തിക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ സന്ദേശത്തെ കേൾക്കുക. എന്തോ ഇതിനകത്ത് വലിയ ചലനങ്ങൾ നടക്കും. കർത്താവ് എനിക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉറപ്പ് തന്നതാ. ചിലരുടെയൊക്കെ സ്പിരിച്വൽ DNA കർത്താവ് ചേഞ്ച് ചെയ്യും. നമ്മുടെ അകത്ത് കിടക്കുന്ന ചില ബോധ്യങ്ങൾ, നാം കണ്ട് പരിചിതമായ ചില ഏറുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റാൻ പോകുക. വളരെ അനുഗ്രഹീതമായൊരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. നമ്മിൽ പലരും നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളിലൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു ദൈവവചനം. ഇതെഴുതുവാൻ വിശുദ്ധ പത്രോസ് ലീഹയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. നമുക്കറിയാം, പത്രോസ് എന്ന ദൈവമനുഷ്യൻ 2 ലേഖനങ്ങളാണ് പുതുനിയമസഭയ്ക്ക് എഴുതി കൈമാറുന്നത്. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷാ ഘട്ടത്തിൽ 3.5 വർഷം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധങ്ങളാകുന്ന വീര്യപ്രവർത്തികളാലും ദൈവരാജ്യം വെളിപ്പെടുത്തിയപ്പോൾ കുരുട്ട് കണ്ണുകൾ തുറക്കുന്നു, മുടന്തുള്ള കാലുകൾ നിവരുന്നു, രോഗികൾ കൂട്ടമായി സൗഖ്യമാകുന്നു, പാപികൾ കൂട്ടമായി ദൈവരാജ്യത്തിലേക്ക് വരുന്നു എന്നിത്യാദി വ്യത്യസ്ത നിലയിലെ ശുശ്രൂഷകൾ യേശുവിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ട് വരുമ്പോൾ 3.5 വർഷത്തെ മിനിസ്ട്രി ഭംഗിയായി നിർവഹിപ്പാൻ യേശുവിൻ്റെ കൂടെ 12 പേർ അടങ്ങുന്ന ഒരു ശിഷ്യഗണത്തെ നമുക്ക് കാണാൻ കഴിയും. സാധാരണക്കാരായ ഗലീല കടപ്പുറത്ത് ഗന്നസരത്തിലും തിബരിയാസിലും ഗലീലയിലുമൊക്കെ മീൻ പിടിച്ച് പടകും വലയുമായി നടന്ന സാധാരണ കുറേ ചെറുപ്പക്കാരെ കൂടെ ചേർത്ത് നിർത്തി ദൈവരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ച്, 12 പേർ അടങ്ങുന്ന ശിഷ്യഗണത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഈ 12 പേരുടെ നടുവിൽ ഒരു ഇന്നർ സർക്കിൾ, 3 പേർ അടങ്ങുന്ന ഒരു ഇന്നർ സർക്കിൾ നമുക്ക് കാണാം. അത് പത്രോസ്, യാക്കോബ്, യോഹന്നാന. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു പത്രോസ്. യേശുവിനെക്കുറിച്ച് മറ്റാർക്കും, കൂടെ നടന്ന് കൂടെ യാത്ര ചെയ്ത മറ്റ് ഇതര ശിഷ്യന്മാർക്ക് ആർക്കും കിട്ടാത്ത വെളിപ്പാടുകൾ പ്രാപിച്ചെടുത്തയാളായിരുന്നു പത്രോസ്. അതുകൊണ്ടാണ് ഫിലിപ്പിൻ്റെ കൈസരിയ പ്രദേശത്ത് യേശു ഇങ്ങനെ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യപുത്രനെ നിങ്ങൾ ആർ എന്ന് പറയുന്നു? ചിലർ ഏലിയാവെന്നും ഇരമ്യാവെന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. 11 പേരും ഇരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പത്രോസ് നിവർന്നു നിന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. നീ കാണുന്നതൊന്നുമല്ല, നീ വെളിപ്പെട്ട് നിൽക്കുന്നതൊന്നുമല്ല, ഇതിനപ്പുറം ദൈവപുത്രൻ എന്ന മഹത്വം യേശുവിൻ്റെ അകത്തുണ്ടെന്ന് പിടികിട്ടിയ ആളായിരുന്നു പത്രോസ്. ഒരു ഘട്ടത്തിൽ പത്രോസ് ആ നിയോഗത്തിൻ്റെ ട്രാക്കിൽ നിന്ന് മാറിയെങ്കിലും തിബരിയാസിൽ നിന്ന് വീണ്ടും കർത്താവ് പിടിച്ചു. മാളിക മുറിയിലിട്ട് നിയോഗത്തെ കൈമാറി. അവിടുത്തെ ആത്മാവിനെ പകർന്ന്, സ്തോത്രം, 1-ാം നൂറ്റാണ്ടിലെ അതിശക്തമായ ഉണർവിന് വേണ്ടി പത്രോസിനെ കർത്താവ് ഉപയോഗിക്കുകയാണ്. ശക്തമായ മൂവ് ജെറുസലേമിൽ നടക്കുമ്പോൾ നീറോ എന്ന ചക്രവർത്തി ദൈവസഭയ്ക്കെതിരെ അസാധാരണമാകുന്ന ഉപദ്രവം അഴിച്ചുവിടുന്നു. സ്തോത്രം. ഇങ്ങനെ ദൈവസഭ, ജെറുസലേം സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ അതുവരെ നേരിടാത്ത ഉപദ്രവം അനുഭവിച്ച് ഇവർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകയാണ്. സ്തോത്രം. ഇങ്ങനെ ചിതറിപ്പോയ സഭയെ ഉറപ്പിക്കാനായിരുന്നു പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനം എഴുതിയത്. ഹല്ലേലൂയ. ചിതറിക്കിടക്കുന്നവരോട് ആത്മനിയോഗത്തോടെ അഭിഷക്തൻ കൈമാറുകയാ, നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നീറോയുടെ ഭരണ സംവിധാനങ്ങളുടെ അകത്ത് പൈശാചിക ശക്തികളുടെ, സ്തോത്രം, അസാധാരണമാകുന്ന ശക്തികളുടെ കീഴിൽ ദൈവമക്കൾ തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ ഉയരണമെന്ന് ആഗ്രഹമുണ്ട്, പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ആരാധിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ സ്തുതിപ്പാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ശാരീരികവും മാനസികവും സാമ്പത്തികവും പല മേഖലകളുടെ അകത്ത് ഈ ജനം അടിച്ചമർത്തപ്പെട്ട് പല മേഖലകളിൽ, സ്തോത്രം, രക്ഷാമാർഗം ഇവർ ഓടി അഭയം തേടുമ്പോൾ ചിതറിക്കിടക്കുന്നൊരു കൂട്ടത്തെ നോക്കിക്കൊണ്ട് ആത്മനിയോഗത്തോടെ ദൈവമനുഷ്യൻ ഒരു ദൂത് കൈമാറുകയാ, നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇപ്പോൾ 1-ാമത്തെ ലേഖനത്തിൻ്റെ പ്രമേയം ഇതാ, നീറോയുടെ ഭരണ സംവിധാനത്തിൽ ഉപദ്രവം നേരിട്ട് ചിതറിപ്പോയ സഭയെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനം.
സ്തോത്രം. അവർക്കായി ഈ ലെറ്റർ എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിയോഗത്തോടെ പറയുകയാ, നിങ്ങൾ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴെ. വിശദീകരിക്കാൻ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് എന്നുള്ള പദം അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ ഭാഗമൊന്നും ഞാൻ തൊടുന്നില്ല. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു തലമുറ എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. ഒരു തലമുറ ഉയർത്തപ്പെടണം. ഹല്ലേലൂയ. അതിന് പത്രോസ് ഇവിടെ പറഞ്ഞു വെക്കുന്ന വെളിപ്പാട്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഇതാണ്: അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം. ആരൊക്കെ താണിരിക്കുവോ അവരൊക്കെ അത്ഭുതകരമായിട്ട് ഉയർത്തപ്പെടും. മറ്റൊരർത്ഥത്തിൽ, നിങ്ങൾക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ മാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ദൈവരാജ്യത്തിനായി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ നിങ്ങൾ താണിരിക്കുക. ഏതൊക്കെ വ്യക്തികൾ എത്രത്തോളം ദൈവസന്നിധിയിൽ താണിരിക്കുമോ അത്രത്തോളം കർത്താവ് അവരെ അത്ഭുതകരമായിട്ട് ഉയർത്തും. വാക്യത്തിലേക്ക് വരികയാ. ഒരാവർത്തിയൂടെ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. എന്താ ദൈവത്തിൻ്റെ ബലമുള്ള കൈ? ഇനി എന്നെ ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ ബലമുള്ള 2 കരം അത് വലിപ്പമുള്ള 2 കൈകളാണോ? സ്തോത്രം. അതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ ഒരു ആത്മീക മർമ്മം. ദൈവത്തിൻ്റെ ബലമുള്ള കരം ദൈവം നമുക്ക് അനുവദിച്ച കർത്തൃത്വങ്ങളാണ്. സ്തോത്രം. ദൈവം നമുക്ക് അനുവദിച്ച 2 കർത്തൃത്വങ്ങളാണ് ദൈവത്തിൻ്റെ ബലമുള്ള 2 കരങ്ങൾ. ഈ 2 കർത്തൃത്വത്തിൻ്റെ കീഴിൽ, അഥവാ ഈ 2 കരത്തിൻ്റെ കീഴിൽ ആരൊക്കെ താണിരിക്കുമോ അവരെയൊക്കെ കർത്താവ് അത്ഭുതകരമായിട്ട് ഉയർത്താൻ പോകുക. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ബലമുള്ള 1-ാമത്തെ കരം അത് കുടുംബമാണ്. ദൈവത്തിൻ്റെ ബലമുള്ള 2-ാമത്തെ കരം അത് സഭയാ. ഭൂമിയിൽ മനുഷ്യനെ അനുഗ്രഹിപ്പാൻ ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനം. സ്തോത്രം. ഏദനിൽ അവിടുന്ന് കുടുംബം സ്ഥാപിച്ചെങ്കിൽ പിന്നത്തേതിൽ അവിടുന്ന് സഭയെ സ്ഥാപിച്ചു. ഈ 2 ചാനലിലൂടെയേ, ഈ 2 കരത്തിലൂടെയേ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് വന്ന് വീഴത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യങ്ങൾ നടക്കും, ബ്രേക്ക് ത്രൂ ഉണ്ടാകും. പക്ഷേ ദൈവം അനുവദിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, സ്വർഗത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ കൃത്യമായി നമ്മുടെ മീതെ റിലീസ് ചെയ്യണോ? സമയാസമയത്ത് നമ്മുടെ മേൽ അത് ഇറങ്ങി വരണമോ? തക്ക സമയത്ത് നമ്മുടെ മേൽ അത് വെളിപ്പെട്ട് വരണമോ? ഈ 2 കരത്തിൻ്റെ കീഴെ താണിരിക്കുന്നവരെയാ കർത്താവ് അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടാൻ ഒരുപക്ഷെ വിശ്വസിച്ച്, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നൂലെ കെട്ടി ഇറക്കി തരുന്ന ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കും. എന്നാൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൽ ദൈവസഭയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ എല്ലാ സമയത്തും അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം റിലീസാകണമെങ്കിൽ, ഈ വാക്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തക്ക സമയത്ത്, അതാത് സമയങ്ങളിൽ, ഓൺ റൈറ്റ് ടൈമിൽ ദൈവം നിങ്ങളെ ഉയർത്തണമെങ്കിൽ എല്ലാ സമയത്തും ദൈവം അനുവദിച്ച ദൈവത്തിൻ്റെ ഈ കർത്തൃത്വത്തിൻ്റെ കീഴിൽ താണിരിക്കണം. ദൈവമാക്കി വെച്ച കുടുംബത്തിനകത്ത് ആരൊക്കെ വിശ്വസ്തയോടെ താണിരിക്കുവോ അവർ അത്ഭുതകരമായിട്ട് ഉയർത്തപ്പെടും. ദൈവമാക്കി വെച്ച സഭ, ആ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് ആരൊക്കെ വിശ്വസ്തയോടെ താണിരിക്കുമോ അവരെ കർത്താവ് തക്ക സമയത്ത് ഉയർത്തും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, മനുഷ്യനെ അനുഗ്രഹിപ്പാൻ ദൈവം അനുവദിച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒന്ന് ഫാമിലിയാ, 2 ചർച്ച. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനും 2 കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. സ്തോത്രം. ആ നിയമങ്ങളിൽ അകത്ത്, അല്ലെങ്കിൽ ആ പ്രോട്ടോക്കോളിനകത്ത്, ആ പാറ്റേണിനകത്ത്, സ്തോത്രം, ആ നിയോഗത്തിനകത്ത് ആരൊക്കെ കീഴ്പ്പെട്ടിരിക്കുമോ അവർ അത്ഭുതകരമായിട്ട് മാനിക്കപ്പെടാൻ പോകുക. സന്തോഷമുള്ളവർ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇത് കേവലം ഈ മിനിറ്റുകളിൽ, ഈ മണിക്കൂറുകളിൽ, ഈ സീസണിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമഹത്വത്തിൻ്റെ ദൂതല്ല. ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് അനുവദിച്ച അവസാന മിനിറ്റ് വരെ നിങ്ങളെ അസാധാരണമായി ഉയർത്തുന്ന ദൈവിക സന്ദേശമാണ്. ദൈവരാജ്യത്തിൻ്റെ ടോപ്പ് സീക്രട്ടായത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസമില്ലെങ്കിലും, നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ബന്ധങ്ങളില്ലെങ്കിലും, മറ്റുള്ളവരെ പോലെ സാധ്യതകളോ സ്തോത്രം സാഹചര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിനകത്തില്ലെങ്കിലും, ഈ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിങ്ങളൊന്ന് താണിരിക്കാവോ?
ജ്ഞാനമുള്ളവരെ ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ബലമുള്ളവരെ ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. അതുകൊണ്ട് ആ കൊരിന്ത്യ ലേഖനത്തിൽ സ്തോത്രം ഇങ്ങനെ പറഞ്ഞ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു. അവൻ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഇന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഈ രണ്ട് സംവിധാനത്തിനകത്തും വിശ്വസ്തയോടെ അതാണിരിക്കാൻ അത്ഭുതകരമാകുന്ന ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരണം. മറ്റൊന്നിനും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ സബ്മിഷന്റെ മനോഭാവം വെളിപ്പെട്ട് വരുവാൻ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് ചില ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മീതെ ദൈവത്തിന്റെ ഗ്ലോറിയുടെ പോർട്ടലുകൾ തുറക്കാൻ പോകയാ. ആരൊക്കെ സബ്മിഷനിലേക്ക് വരുമോ അവർക്ക് വേണ്ടി ഗ്ലോറി റലംസ് തുറന്നു വരാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ 1-2 സെക്കൻഡുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചേ, എനിക്ക് അങ്ങനെ ഒരു സബ്മിഷന്റെ മനസ്സ് തരണം. എൻ്റെ സൗഖ്യത്തെക്കാൾ എനിക്ക് പ്രയോറിറ്റി, എൻ്റെ അത്ഭുതത്തെക്കാൾ എനിക്ക് പ്രയോറിറ്റി. ആരൊക്കെ സബ്മിറ്റ് ചെയ്യുവോ, ആരൊക്കെ കീഴ്പ്പെട്ട് നിൽക്കുവോ അവര് തക്ക സമയത്ത് ഉയർത്തപ്പെടും. ദൈവത്തിന്റെ എല്ലാ കാലത്തിന്റെയും പദ്ധതി ഇതാ. അതുകൊണ്ടാണ് പണ്ട് ബാബിലോണിന്റെ അടിമനുഖത്തിൽ കിടന്ന ഒരു തലമുറയെ വിടിവിപ്പാൻ ദൈവത്തിന് നിയോഗം തോന്നിയപ്പോൾ എസ്ര എന്ന ദൈവമനുഷ്യനെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് സജ്ജമാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സ്തോത്രം, ജെറുസലേമിനും മെസപ്പൊത്തോമിയയ്ക്കും മധ്യേ ഒഴുകുന്ന അഹവ ആറ്, ഈ ആറ്റിനരികിൽ എസ്ര എന്ന ദൈവമനുഷ്യൻ, അദ്ദേഹം ഒരു ശാസ്ത്രിയ സ്ക്രൈബ, യഹോവയുടെ ന്യായപ്രമാണങ്ങളെ പകർത്തി എഴുതാൻ, പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകർത്തി എഴുതാൻ, കോപ്പിറൈറ്റ് ചെയ്യാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായിരുന്നു ശാസ്ത്രിമാർ. ഇദ്ദേഹത്തിൻ്റെ നിയോഗം ന്യായപ്രമാണവും പ്രവചന പുസ്തകവും ഒക്കെ പകർത്തി എഴുതുക എന്നുള്ളതാ. പക്ഷേ ആ ഒരു പ്രോട്ടോക്കോളിൽ എസ്ര എഴുന്നേറ്റു. എസ്ര അഹവ ആറ്റിനരികിൽ ഉപവാസം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സർവ്വസമ്പത്തിനും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് അവർ അവിടെ അഹവ ആറ്റിനരികിൽ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് ഈ ഫൈനൽ നൈറ്റിൽ ഈ പ്രയറിൽ നിങ്ങൾക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്കൊരു സബ്മിഷന്റെ മനസ്സ് തരണോ, എനിക്കൊന്ന് കീഴ്പ്പെടാനുള്ള, എനിക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാനുള്ള ഹൃദയം എൻ്റെ മേൽ പകരണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് കൈമാറുകയാ. താണിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ പദ്ധതിയെ എസ്രയ്ക്ക് സീക്രട്ട് പിടികിട്ടി, എസ്രയ്ക്ക് രഹസ്യം പിടികിട്ടി. താഴ്ന്നിരിക്കാൻ ഒരു തലമുറയുണ്ടെങ്കിൽ, താഴ്ത്തപ്പെടുന്ന മനോഭാവമുള്ളൊരു തലമുറയുണ്ടെങ്കിൽ അവരെ ജെറുസലേമിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ നിയോഗം അതിനകത്ത് വെളിപ്പെട്ട് വരൂ. ഒരു ജനറേഷൻ താണിരുന്നാൽ അതിനകത്ത് നിന്ന് നെഹമ്യാവിനെ എഴുന്നേൽപ്പിക്കൂ. ഒരു ജനറേഷൻ താണിരുന്നാൽ അതിനകത്ത് നിന്ന് സെരൂബാബേലിനെ എഴുന്നേൽപ്പിക്കൂ. ആരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നോ ആ കൂട്ടത്തിന്റെ നടുവിൽ കാലഘട്ടത്തിന്റെ നിയോഗത്തോടെ വിശ്വസിക്കുന്നവർ ചേർന്ന ദൈവത്തിന്റെ മഹത്വം. റൈസ് ബിൽ ബ്രഹസ്മറ്റസ് വിനിയ റബിനി ഹംദർ വൈഷസ് മർത്തരാനസ്. ഗ്ലോറി ടു ജീസസ്. ശ്രദ്ധിച്ച, ദൈവത്തിന്റെ ബലമുള്ള 2 കരങ്ങൾ പ്രിയരെ, 1 കുടുംബമാ, 2 സഭയാ. സ്തോത്രം. കുടുംബത്തിനകത്ത് നാം പാലിക്കേണ്ട ആ അലൈൻമെന്റ് നമുക്കതറിയാം. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനത്തിനകത്തൊക്കെ പൗലോസ് അത് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തെ തൊടുന്നില്ല. ഈ കരത്തിന്റെ കീഴെ താണിരിക്കണം. കുടുംബത്തിനകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്ന കർത്തൃത്വം മാതാപിതാക്കളാ. സ്തോത്രം. എന്നാൽ സഭയിലേക്ക് വരുമ്പോൾ സഭയ്ക്കകത്ത് ദൈവം അനുവദിച്ച കർത്തൃത്വം അവിടുത്തെ ആത്മീക മാതാപിതാക്കളാ. 1 ഭൗതിക മാതാപിതാക്കളാണെങ്കിൽ 2 ആത്മീക മാതാപിതാക്കളാ. സ്തോത്രം. ഞാൻ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിനെ, കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ആക്കി വെച്ച ഭവനത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കിന് നിങ്ങൾ കീഴ്പ്പെട്ട അനുസരണത്തോടെ താണിരിക്കുമ്പോൾ, വേണ്ടേ, ചർച്ചിലേക്ക് വരുമ്പോൾ ചർച്ചിലെ സ്പിരിച്വൽ ലീഡർഷിപ്പിന്റെ മുമ്പിൽ, നിന്റെ സ്പിരിച്വൽ ഫാദറിന്റെ മുമ്പിൽ, നിന്റെ സ്പിരിച്വൽ മദറിന്റെ മുമ്പിൽ ആ കരത്തിന്റെ കീഴിൽ വിശ്വസ്തയോടെ താണിരിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് കർത്താവ് ഉയർത്താൻ പോകുകയാ. ഇത് ദൈവരാജ്യത്തിന്റെ ഭയങ്കര സീക്രട്ട്. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അങ്ങനെ മനോഭാവമുള്ളവർ രാജ്യത്തിനൊരു അനുഗ്രഹമാകാൻ പോകുകയാ.
ഈ ആറ്റിറ്റ്യൂഡ് നിന്റെ അകത്ത് കത്തിയാൽ, ഇത് വിശ്വസ്തയോടെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ, സ്തോത്രം, നിന്റെ അക്കാഡമിക് പ്രൊഫൈൽ ഒത്തിരി താണു കിടന്നാലും, നിന്റെ കുടുംബ മഹിമ ഒത്തിരി താണു കിടന്നാലോ, മറ്റുള്ളവരെ പോലെ ബന്ധങ്ങളോ സ്വാധീനങ്ങളോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലെങ്കിലോ, എല്ലാവരും നോക്കി നിൽക്കെ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ, താഴ്ത്തി ഒതുക്കി ഇരുത്തുന്നവരുടെ നടുവിൽ, അപ്പനെ അമ്മയെ ബഹുമാനിച്ച്, ഭൗതിക മാതാപിതാക്കളെ ബഹുമാനിച്ച് അവരുടെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, ആത്മീക മാതാപിതാക്കളെ ബഹുമാനിച്ച് അവരുടെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, അടുത്ത സീസണിന്റെ നിയോഗത്തോടെ, അടുത്ത കാലഘട്ടത്തിന്റെ ദൈവശബ്ദമായി കർത്താവ് ഒരു തലമുറയെ അത്ഭുതകരമായിട്ട് പുറത്തെടുക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കരം തട്ടി വായി തുറന്ന് ആത്മാവിൽ ചില മിനിറ്റുകൾ കർത്താവിന് മഹത്വം കൊടുത്തു. ഇത് നിന്നെ കുറിച്ചുള്ള ദൂതാ, ഇത് നിന്റെ തലമുറയെ കുറിച്ചുള്ള ദൂതാ, ഇത് നിന്റെ വീടിനകത്തിന് തുറന്നു വരാനുള്ള ആത്മതലത്തെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാടുകളാണ്. Glory to Jesus. ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താണിരിപ്പിക്കുക. ഒന്ന് ഭൗതിക മാതാപിതാക്കളാണെങ്കിൽ, രണ്ട് ആത്മീക മാതാപിതാക്കളാ. ഒന്ന് കുടുംബമാ, കുടുംബത്തിനകത്ത് ഉയർന്നിരിക്കുന്ന രണ്ട് കരം അപ്പന്റെ അമ്മയുടെയാ. സഭയ്ക്കകത്തും ഇതുപോലെ ഉയർന്നിരിക്കുന്ന രണ്ട് കരം, അത് സ്പിരിച്വൽ ഫാദർ ആണ്, അത് സ്പിരിച്വൽ മദർ ആണ്, നിങ്ങളുടെ സ്പിരിച്വൽ ലീഡർഷിപ്പാണ്. ആരോ ആയിക്കോട്ടെ, അതിൻ്റെ മുമ്പിൽ നിങ്ങൾ വിശ്വസ്തയോടെ താണിരിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ നോക്കിയാൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്ന, അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ രണ്ട് കരത്തിലൂടെയും അവരുടെ മേൽ അനുഗ്രഹം വരുന്നില്ലേ? ഒന്നവരുടെ ഭൗതിക പിതാവ് യാക്കോബ് അഥവാ ഇസ്രായേൽ. യാക്കോബ് മരിക്കാൻ തുടങ്ങുമ്പോൾ 12 ഗോത്രത്തെയും അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ചു. ഓരോരുത്തരുടെ മേൽ അനുഗ്രഹത്തെ കൈമാറി, വാഗ്ദത്തത്തെ കൈമാറി. അത് വീട്ടിലെ കരമായിരുന്നു. രണ്ടവരുടെ സ്പിരിച്വൽ ഫാദർ മോശയുണ്ട്. മോശയുടെ ആയുസ് തികയുമ്പോൾ 120 വയസ്സാകുമ്പോൾ മോശ നെബോ മലമുകളിൽ പിസ്കയുടെ കൊടുമുടിയിലേക്ക് മഹത്വത്തിനകത്ത് മറയപ്പെടാൻ ദൈവം വിളിച്ചു കയറ്റുക. മോശയെ ദൈവം വിളിച്ചു കയറ്റുമ്പോൾ മോശ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ 12 ഗോത്രത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. രക്തത്താൽ ജയം. ഭൗതിക പിതാവാകുന്ന യാക്കോബിന്റെ അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലാണ് കിടക്കുന്നത്. എന്നാൽ ആത്മീക പിതാവായ മോശയുടെ അനുഗ്രഹം ആവർത്തന പുസ്തകം 33 അധ്യായത്തിലാണ് കിടക്കുന്നത്. ഇത് ഹൃദയത്തിൽ കുറിക്കണം. ഇസ്രായേലിന് വേണ്ടി, 12 ഗോത്രത്തിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ രണ്ട് കരങ്ങൾ. ഇത് രണ്ട് കർത്തൃത്വമാ. ഒന്ന് യാക്കോബിന്റെ കരവാ, അത് ഭൗതിക പിതാവാ. രണ്ട് മോശയുടെ കരമാ, അത് ആത്മീക പിതാവാ. ദൈവം ഈ രണ്ട് കരത്തിലൂടെ അവരെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങി. ഇത് രണ്ടും കൂടെ അവർക്ക് വേണ്ടി റിലീസ് ചെയ്തപ്പോൾ അവർ ലോകത്തിനൊരു അനുഗ്രഹമായി തീർന്നു. ഈ രണ്ട് കരം കൂടെ ഒരുപോലെ അവരുടെ തലയ്ക്ക് മീതെ വെളിപ്പെട്ട് വന്നപ്പോൾ കേവലം ആ രാജ്യത്തിന് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് അവരൊരു അനുഗ്രഹമായി തീർന്നു. എന്തോ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാ, വീട്ടിൽ നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ കരത്തിലെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, സഭയിൽ വചനം പറഞ്ഞ് നിങ്ങളെ വളർത്തുന്ന ആത്മീക മാതാപിതാക്കളുടെ കരത്തിന്റെ കീഴിൽ നിങ്ങൾ വിശ്വസ്തയോടെ താണിരുന്നാൽ, ഞാൻ ഇന്ന് ഉറപ്പ് തരികയാ, 2025 8ാം മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ സീസണിൽ മറ്റൊരുത്തർക്കും വെളിപ്പെട്ടു വരാത്ത ദൈവിക അനുഗ്രഹത്തെ നിന്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഇത് ഒരു പ്രബോധനമായിട്ടല്ല, ഒരു പ്രവചന ശബ്ദമായി ചിലരുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. പ്രായം നോക്കാതെ, പദവി നോക്കാതെ, എക്സ്പീരിയൻസ് നോക്കാതെ, എന്നെ ആക്കി വെച്ച കരത്തിന്റെ കീഴെ ഞാൻ വിശ്വസ്തയോടെ താണിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. വചനം നിങ്ങളുടെ അകത്ത് കയറണം. ഞാൻ ഈ സെഷനിൽ ആഗ്രഹിക്കുന്നത് കേവലം പുറമെയുള്ള കത്തലിനേക്കാൾ അധികമായി അകത്ത് കത്തണം, അകത്തിത് കയറണം. ഈ വചനം ജീവനുള്ളതാ. ഇത് നിങ്ങളുടെ അസ്ഥികളുടെ സന്ധി മജ്ജകളെ വരെ തുളച്ച് കയറുന്നതാ. ഇത് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നതാ. ഇതിന്റെ ചിന്താമണ്ഡലത്തെ മാറ്റും, മനോഭാവത്തെ മാറ്റും. ജീവിതത്തിനകത്ത് ഓരോ കാലഘട്ടങ്ങളിൽ തുടർച്ചയായി വരുന്ന പരാജയത്തിന്റെ കൂട് പൊളിക്കുന്നൊരു ദൈവമഹത്വത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് കൈമാറാൻ പോകുകയാ. അത് കരമുയർത്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. രണ്ട് കരങ്ങൾ. പുതുനിയമത്തിൽ അത് വെളിപ്പാടിൽ കത്തിയ പത്രോസ് ലീഹ പറയുക, തക്ക സമയത്ത് നിങ്ങൾക്ക് ഉയർത്തപ്പെടണോ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം.
ഇങ്ങനെ താണിരുന്നൊരു തലമുറ. യാക്കോബ് അനുഗ്രഹിക്കുന്നു, മോശ അനുഗ്രഹിക്കുന്നു, ഭൗതിക പിതാവ് അനുഗ്രഹിക്കുന്നു, ആത്മീക പിതാവ് അനുഗ്രഹിക്കുന്നു. അതിനകത്ത് ദൈവിക നിയോഗത്തിലേക്ക് കയറിപ്പോയ ഒരു ഗോത്രത്തെ, ഒരാളെ മാത്രം ഞാനൊന്ന് തൊടുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. യോസഫിന്റെ മേൽ വരുന്ന അനുഗ്രഹമുണ്ട്. രണ്ടുപേരും അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്തെ കരം വളർത്തിയ പിതാവ, രണ്ടാമത്തെ കരം ആത്മീകമായി വളർത്തിയ മോശ എന്ന പിതാവ. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിൽ പടരുന്നു. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഇനി ആവർത്തന പുസ്തകം 33-ാം അധ്യായം 13-14 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി. യോസേഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ഇത് മോശ പറയുന്നതാണ്. യോസഫിനെ കുറിച്ച് അവൻ പറയുന്നത്, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും, താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും, സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും, സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും, പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും, പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും, ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും, ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മതി. ഇനി എന്നെ ശ്രദ്ധിച്ചേ. ജോസഫിന്റെ മീതെ രണ്ട് കരത്തിലൂടെ വരുന്ന ബ്ലെസ്സിങ്. ഒന്ന് വളർത്തിയ പിതാവ, ഭൗതിക പിതാവ് അനുഗ്രഹിക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്ന അനുഗ്രഹം, യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, അവനെ ഒരു വൃക്ഷത്തോട് ഉപമിക്കുകയാണ്. സ്തോത്രം. വേരിറങ്ങി വളരുന്ന ഒരു വളർച്ചയല്ലേ കാണുന്നേ? യോസഫാകുന്ന വിത്ത് പൊട്ടി കിളിർത്ത് അതൊരു വൃക്ഷമായി വളർന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ തടസ്സമായിട്ടൊരു മതിൽ നിൽക്കുക. പിന്നെ വളരണമെന്നും ഉയരണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഉയർന്നു വരേണ്ട പ്രതലത്തിൽ ഈ മനുഷ്യന് തടസ്സമായിട്ടൊരു മതിൽ നിൽക്കുന്നു. എന്നാൽ യോസഫിനോട് തൻ്റെ പിതാവിന് പറയാനൊരു ദൂതുണ്ട്. യോസഫേ, മതിലിന് വളർച്ചയില്ല, നിനക്ക് വളർച്ചയുണ്ട്. ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് കൈമാറുന്നു. തടസ്സം നിൽക്കുന്ന പ്രതലത്തിൽ നിങ്ങൾ വളർന്ന് പന്തലിക്കാൻ പോകുക. വളർത്തില്ല, ഉയർത്തില്ല, ഉയരാൻ അത് അനുവദിക്കത്തില്ലെന്നൊക്കെ പറയുന്ന സംവിധാനത്തിനകത്ത് നിങ്ങൾ വളരുന്ന, പടരുന്ന ഒരു ആത്മതലത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഒന്നാമത്തെ ദൂത്, വേരിറങ്ങി വളരുന്ന ഒരു വളർച്ചയല്ലേ ഭൗതിക പിതാവ് കൊടുക്കുന്നത്. ഇനി ആത്മീക പിതാവ് മോശ കൊടുത്ത അനുഗ്രഹം നമ്മൾ വായിച്ചു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ദൈവം അവിടെ കൊണ്ടുവന്നില്ലേ? സ്തോത്രം. അതിനകത്ത് നിന്ന് വരുന്ന അനുഗ്രഹം, ഉയരത്തിലെ അനുഗ്രഹവും ഭൂമിയിലെ അനുഗ്രഹവും കർത്താവ് കണക്ട് ചെയ്തില്ലേ? വേണ്ടും പോലെ വ്യാഖ്യാനിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇനി എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. യോസഫിന് രണ്ട് കരത്തിലൂടെ വന്ന രണ്ട് ബ്ലെസ്സിങ്. ഒന്ന് വേരിറങ്ങി വളരുക, രണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുഗ്രഹം കൊടുക്കുക. നിങ്ങൾ നോക്കിക്കേ, ഈ അനുഗ്രഹം യോസഫ് ഇന്ന് പ്രാപിക്കുമ്പോൾ ഈ രണ്ട് അനുഗ്രഹങ്ങളും യോസഫ് കണ്ട രണ്ട് സ്വപ്നങ്ങളുമായിട്ട് കണക്റ്റ് അല്ലേ? ജോസഫ് രണ്ട് ഡ്രീമാണ് കാണുന്നത്. അപ്പൻ്റെ വീട്ടിൽ ആ പരിമിതമായ സാഹചര്യത്തിൽ ജോസഫ് കാണുന്ന രണ്ട് സ്വപ്നമുണ്ട്. ഒന്നാമത്തെ സ്വപ്നം വയലിൽ കറ്റ കെട്ടുന്ന സ്വപ്നമല്ലേ? യോസഫിൻ്റെ കറ്റ മാത്രം നിവർന്നു നിൽക്കുന്നു, ശേഷിക്കുന്ന കറ്റകൾ വീണ് കിടന്നവനെ നമസ്കരിക്കുന്നു. രണ്ടാമത്തെ സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ നമസ്കരിക്കുകയല്ലേ? സ്തോത്രം. കറ്റയുടെ സ്വപ്നം വേരിറങ്ങി വളരുന്ന വളർച്ചയല്ലേ കാണിക്കുന്നത്? സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെ സ്വപ്നം ആകാശത്തിലെ അനുഗ്രഹത്തെയല്ലേ കാണിക്കുന്നത്? ഈ രണ്ട് സ്വപ്നങ്ങളുടെ അനുഗ്രഹമല്ലേ പിന്നത്തേതിൽ യോസഫിന്റെ മേൽ വന്ന് വീഴുന്നേ? ഓ സ്തോത്രം. ചെറുപ്രായത്തിൽ അവൻ ടീനേജിൽ കിടക്കുമ്പോൾ അവൻ ആ വീടിനകത്ത് ഒരു രാത്രി കണ്ട് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള രണ്ട് സ്വപ്നങ്ങൾ രണ്ട് സമയത്തായി കാണുന്നു. എന്നാൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവന്റെ ഭൗതിക പിതാവിലൂടെ, അവന്റെ ആത്മീക പിതാവിലൂടെ ആ സ്വപ്നവുമായി റിലേറ്റായ അനുഗ്രഹം വെളിപ്പെട്ട് വരികയല്ലേ? ഇന്ന് ഞാൻ അടിവരയിട്ട് ചിലർക്ക് വേണ്ടി ഈ ദൂത് കൈമാറുകയാ. നിന്റെ അകത്ത് കിടക്കുന്ന സ്വപ്നം നിന്റെ അനുഗ്രഹമായി വെളിപ്പെട്ട് വരുന്ന ദൈവം നിനക്ക് തന്ന സ്വപ്നത്തെ അത് പിന്നത്തേതിൽ നിന്റെ വാഗ്ദത്തമായി, നിന്റെ അനുഗ്രഹമായി കൈമാറേണ്ടതിനായി ചിലർക്ക് വേണ്ടി ഇതാ പ്രൊഫറ്റിക് ഡ്രീമുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. ഇത് എനിക്കുള്ളതാണ് ഈ മിനിറ്റുകളെന്ന് ആത്മാവിൽ ബോധ്യമാകുന്നവരുണ്ടെങ്കിൽ കർത്താവിന് ആരാധന കൊടുത്തു. നിന്റെ അകത്ത് ദൈവം ഇട്ടിരുന്ന സ്വപ്നങ്ങൾ, ഭാരതത്തെ കുറിച്ച് നാം കാണുന്ന സ്വപ്നം, ദില്ലിയെ കുറിച്ച് നാം കാണുന്ന സ്വപ്നം,
നമ്മുടെ വീടിനെ കുറിച്ച് നാം കാണുന്ന സ്വപ്നം വർഷം എത്ര കഴിഞ്ഞാലും ആ സ്വപ്നത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന അനുഗ്രഹത്തെ ഭയങ്കര ഡീപ്പാ, ഇതിന്റെ ഡെപ്ത് അസാധാരണമാ. ചെറുപ്രായത്തിൽ ഉറക്കത്തിൽ എപ്പോഴോ കണ്ട സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സ്വപ്നത്തിന്റെ മഹത്വം കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗോത്രത്തിന്റെ മേൽ, ആ തലമുറയുടെ മേൽ വാഗ്ദത്തമായിട്ട് വെളിപ്പെട്ട് വരികയാ. ഇന്ന് നിങ്ങൾക്കിത് സ്വപ്നമാ, നാളെ നിങ്ങൾക്കിത് വാഗ്ദത്തമായി തീരാൻ പോകുകയാ. ഇന്ന് നിങ്ങൾക്കിത് സ്വപ്നമാ, നാളെ നിങ്ങൾക്കത് അനുഗ്രഹമായി തീരാൻ പോകുകയാ. ഏതൊക്കെ ഏറികളിൽ ദൈവം നിങ്ങളുടെ അകത്ത് ഡ്രീമുകൾ ഇട്ടിട്ടുണ്ടോ, ആ സ്വപ്നങ്ങളെ ലോകം കാണത്തക്ക നിലയിൽ നിന്ദിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്കും തള്ളിക്കളയുന്നവർക്കും ഒക്കെ കാണാൻ പാകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ തുറക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്. ജോസഫ് കണ്ട 2 ഡ്രീമുകൾ, ഒന്ന് വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു, 2 സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. സ്തോത്രം. ഇത് ആരെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നതാണോ? ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? കറ്റ നിവർന്നു നിൽക്കുവോ? കറ്റയാകുന്നത് 2 പ്രോസസ്സിങ്ങിലൂടെയാ. രക്തത്താൽ ജയം. എങ്ങനെയാ കറ്റ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒരു കർഷകൻ നിലത്ത് വിത്ത് വാരിയെറിഞ്ഞ് ആ വിത്തിന്റെ പുറന്തോട് പൊട്ടി അത് കിളിർപ്പായി, അത് ഞാറുകളായി, അത് കതിരുകളായി വരുമ്പോൾ, അത് പാകപ്പെട്ട് വരുമ്പോൾ ഇതേ കർഷകൻ തന്നെ ഒരു കൈ കൊണ്ട് ഇത് ചേർത്ത് പിടിക്കും. എന്നിട്ട് മറുകൈയിലുള്ള അരിവാൾ കൊണ്ട് ചുവട് ചേർത്ത് ഇതിനെ മുറിക്കും. കറ്റയാകുന്നതിന് മുമ്പ് ഒരു മുറിവേൽക്കപ്പെടലുണ്ട്. കറ്റ പറയും ഞാൻ മുറിവേറ്റയാളാ. ഇനി മുറിച്ചിട്ടാൽ ഇത് കറ്റയാവുമോ? ഈ കതിരിനകത്ത് നിന്ന് 2-3 എണ്ണം വലിച്ചെടുക്കും. എന്നിട്ട് അതിനെ വീണ്ടും കൂട്ടിക്കെട്ടും. സ്തോത്രം. വളർത്തിയവൻ തന്നെ മുറിച്ചു, വളർത്തിയവൻ തന്നെ കെട്ടി. സ്തോത്രം. വേരുമായിട്ട് ഒരു ബന്ധം ഈ കറ്റയ്ക്ക് ഇപ്പൊ ഇല്ല. വേരുമായിട്ടുള്ള ബന്ധം മുറിച്ച് അതിനെ കൂട്ടിക്കെട്ടുമ്പോഴാണ് അത് കറ്റയാകുന്നത്. സ്തോത്രം. ഇതിലൂടെ കടന്നുപോയ 11 എണ്ണം വീണ് കിടക്കുമ്പോൾ വേണ്ട യോസഫ് മാത്രം നിവർന്നു നിൽക്കുക. യോസഫെ, വേരിന്റെ സപ്പോർട്ട് ഇല്ലാതെ നീ എങ്ങനെ നിവർന്നു നിൽക്കുന്നത്? വേരിന്റെ സപ്പോർട്ട് അല്ലുകൊണ്ടല്ല ദൈവം നിന്നെ നിർത്തുന്നത്. മണ്ണിലെ വേര് മുറിച്ചു കളഞ്ഞാലോ നിനക്ക് വിണ്ണിലൊരു വേരുള്ളത് കൊണ്ട്, മണ്ണിലെ വേര് മുറിയപ്പെട്ടാലോ സ്വർഗത്തിൽ നിനക്ക് വേരുള്ളത് കൊണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്നായിട്ട് ആരാധന കൊടുത്തു. ആരോ പറയുന്നു ഞാൻ മുറിവേറ്റയാളാ, ആരോ പറയുന്നു എന്നെ ഒത്തിരി കെട്ടിപ്പൂട്ടി ഒതുക്കിയതാ. ദൈവാത്മാവ് ഇന്ന് രാത്രി നിയോഗത്തോടെ കൈമാറുകയാ. ആര് നിന്നെ മുറിവേൽപ്പിച്ചാലും, ആര് നിന്നെ കെട്ടിപ്പൂട്ടി ഒതുക്കിയാലോ മുറിച്ചിട്ടവരെ കാണുക നീ നിവർന്നു നിൽക്കുന്ന. മനസ്സിനെ മുറിപ്പെടുത്തിയ വാക്കുകൾ, ഹൃദയത്തെ മുറിപ്പെടുത്തിയ വാക്കുകൾ ആയുസ്സിൽ എഴുന്നേറ്റ് വരാതെ വണ്ണം നിങ്ങളെ മുറിച്ചിട്ടവർ കാണുക നിങ്ങളെ അത്ഭുതകരമായി നിവർത്തി നിർത്തുന്ന ദൈവീക മഹത്വത്തെ. വേരുമായിട്ട് ബന്ധമില്ലാത്ത കറ്റ നിവർന്നു നിൽക്കുക. കുടുംബമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു, സ്വന്തക്കാരുടെ ബന്ധം മുറിയപ്പെടുന്നു, ചേർത്ത് നിർത്തേണ്ടവർ മുറിച്ചിട്ടു, കരുതേണ്ടവർ മുറിച്ചിട്ടു. എന്നാൽ നിയോഗമുള്ളവന് പറയാനൊരു വാക്കുണ്ട്, ആരൊക്കെ എന്നെ മുറിച്ചിട്ടാലോ മുറിച്ചിട്ടവർ കാണുക എന്നെ നിവർത്തി നിർത്തുന്ന ദൈവത്തിന്റെ മഹത്വം. ആർക്കുമില്ലാത്ത വാഗ്ദത്തം എന്റെ മേലുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത സ്വപ്നം എന്റെ മേലുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത നിയോഗം എന്റെ മേലുണ്ടെങ്കിൽ, എല്ലാവരും വീണ് കിടക്കുന്ന വിഷയത്തിനകത്ത് ദൈവം എന്നെ നിവർത്തി നിർത്താൻ പോകയാ. എല്ലാവരും വീഴുന്ന ഫൈനാൻസ്, എല്ലാവരും വീഴുന്ന കുടുംബ പ്രശ്നം, എല്ലാവരും വീഴുന്ന വൈശാചിക പോരുകൾ, അതിനകത്ത് നീ വീഴത്തില്ല. അതിന്റെ നടുവിൽ നിവർത്തി നിർത്തേണ്ടതിനായി ഒരു ആത്മീക കരുത്തിനെ ഉപവാസത്തിന്റെ 6ാമത്തെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. നിന്റെ മുറിവുകൾ ഉണങ്ങുന്ന രാത്രിയാ. കരത്തിന്റെ കീഴിലേക്ക് കയറിക്കോ. സഹോദരന്മാര് മുറിച്ചത് അപ്പന്റെ കരത്താൽ ഉണങ്ങാൻ പോവാ. സഹോദരന്മാര് മുറിച്ചത് അപ്പന്റെ കരത്താൽ ഉണങ്ങാൻ പോവാ. സ്വപ്നത്തിൽ യോസഫ് ഒരു കറ്റയായിരുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് പിതാവ് അവനെ അനുഗ്രഹിക്കുമ്പോൾ അവനൊരു വൃക്ഷമായി. കണ്ടോ? അന്ന് കറ്റയായപ്പോൾ വേരുമായിട്ടുള്ള ബന്ധം മുറിയപ്പെട്ടെങ്കിൽ ഇന്നിവനൊരു വൃക്ഷമാകണമെങ്കിൽ, സ്തോത്രം, അതിനെ ഒരു വേര് വേണ്ടേ? ദൈവസഭ ഇന്ന് തിരിച്ചറിയണം, നമുക്കൊരു വേരുണ്ട്. അത് വെളിപ്പാടിൽ കത്തിയ പൗലോസ് ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ. ദൈവമക്കളെ, ക്രിസ്തുവിൽ വേരൂന്നുന്ന നാം
ഒരു കാലത്തും ഒരു നാളും തകർന്നു പോകാതെ വീണു പോകാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാ. ആ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. 2 അനുഗ്രഹങ്ങൾ ജോസഫിന്റെ മേൽ വീഴുക. ഒന്ന് പിതാവ് കൊടുത്ത അനുഗ്രഹം, അത് അവൻ കണ്ട 1ാമത്തെ സ്വപ്നമായിട്ട് കണക്റ്റഡാ, വേരൂന്നി വളരുന്ന വൃക്ഷം. 2 സ്പിരിച്വൽ ഫാദർ മോസസ് കൊടുക്കുന്ന അനുഗ്രഹം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഉയരത്തിലെ അനുഗ്രഹം, ഭൂമിയിലെ അനുഗ്രഹം, ദൈവിക സമൃദ്ധി. ഇത് യോസഫ് കണ്ട 2ാമത്തെ സ്വപ്നമല്ലേ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ നമസ്കരിക്കുന്നു. സ്തോത്രം. ഇത് കണ്ട യോസഫിന് സ്വപ്നത്തിന്റെ വ്യാപ്തി പിടികിട്ടിയില്ല. ഇവനിത് പിടികിട്ടിയില്ല. ഇവൻ സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഞങ്ങളെ വാഴുവോ, നീ ഞങ്ങളെ ഭരിക്കുവോ? അപ്പൊ സ്വപ്നം കണ്ടവന് പിടികിട്ടാത്തത് ഇതിനെക്കുറിച്ച് കേട്ടവർക്ക് പിടികിട്ടി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് വരെ ചോദിച്ചാൽ അവരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണുന്നതാണോ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതാണോ വലിയ കൃപ? പറ. വ്യാഖ്യാനിക്കുന്നതല്ലേ? സ്തോത്രം. എൻ്റെ നിങ്ങളുടെ അകത്ത് ഞാനും ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്വപ്നം കണ്ടു, എന്നാണ് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സ്തോത്രം. ഞാനത് പിടിച്ചോണ്ടിരിക്കുക ആത്മാവിൽ. ഒത്തിരി സ്വപ്നങ്ങൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ കൃപ വേണം സ്വപ്നം വ്യാഖ്യാനിക്കാൻ. യോസഫ് സ്വപ്നം കണ്ടയാളാ. ശേഷിക്കുന്ന 11 ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ കൃപ ആർക്കാ കൂടുതൽ? വ്യാഖ്യാനിച്ചവർക്കല്ലേ. കൃപ കൂടുതലുള്ളവൻ ഒരുത്തനെ ഒതുക്കാൻ നോക്കി. പക്ഷെ യോസഫിന് മറ്റുള്ളവരെ പോലെ കൃപയില്ലെങ്കിലും കണ്ട സ്വപ്നത്തെ അവൻ താലോലിച്ചു. കണ്ട സ്വപ്നത്തിന് വേണ്ടി അവൻ വിശ്വസ്തയോടെ നിന്നു. മറ്റുള്ളവർക്ക് കൃപ കൂടുതലാ, പക്ഷേ ഇവൻ അത്രത്തോളം കൃപയില്ലെന്ന് പറഞ്ഞാലും കണ്ട സ്വപ്നത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നയാളാ യോസഫ്. സ്തോത്രം. അവൻ പാപത്തിന്റെ മുമ്പിൽ വീണുപോയില്ല. അവൻ സാധ്യതകളുടെ സ്വാധീനങ്ങളുടെ മുമ്പിൽ വീണുപോയില്ല. അവൻ സ്വപ്നത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നു. സ്തോത്രം. ഈ യോസഫിനെ കർത്താവ് കടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒരിക്കല് പിതാവ് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്ക്. അവരുടെ ക്ഷേമവിവരം അന്വേഷിക്കാൻ വേണ്ടി ജോസഫിനെ ശേഖേമിലേക്ക് പറഞ്ഞു വിട്ടു. സ്തോത്രം. ജോസഫ് ശേഖേമി വന്ന് സഹോദരന്മാരെ നോക്കിയപ്പോൾ അമ്മമാരവിടെ ഇല്ല. അപ്പം അവിടെ നിന്ന മറ്റിടയന്മാർ പറഞ്ഞു, നാം ദോഥാനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞങ്ങൾ കേട്ടു. അർത്ഥം അവർ ദോഥാനിലേക്ക് പോയി. യോസഫിന് ശേഖേമിന്ന് തിരിച്ച് വീട്ടിൽ പോയാൽ മതി. പക്ഷെ യോസഫ് ദോഥാനിലേക്ക് പോകയാ. എന്തിനാ? സഹോദരന്മാരെ തേടി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ പ്രമേയം വായിപ്പിക്കുന്നില്ല. ശേഖേമിൽ വന്ന യോസഫ് ഇവർ ദോഥാനിലേക്ക് പോയെന്നറിഞ്ഞ് ആ റൂട്ട് പിടിച്ചു പോകയാ. ദോഥാനോട് അടുക്കുന്ന സമയം ഇവൻ്റെ സഹോദരന്മാർ ഇവനെ കണ്ടു. ദേണ്ട സ്വപ്നക്കാരൻ വരുന്നുണ്ട്. പിന്നെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ നാടകീയമല്ലേ? സ്വപ്നമുള്ളവനെ കുടഞ്ഞൊരു പൊട്ടക്കുഴിക്കകത്തേക്ക് എറിയല്ലേ ചെയ്തേ? സ്തോത്രം. ജോസഫിനെ ആ പൊട്ടക്കുഴിയിലേക്ക് എടുത്തെറിയുന്നതിന് മുമ്പ് ഇവർ ചെയ്തതെന്താണെന്നറിയാമോ? പിതാവ് ഇവന് കൊടുത്ത ഒരു വസ്ത്രം, ഒരു നിലയെങ്കി അവരത് വലിച്ചു കീറി. ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തം അതിൻ്റെ മേൽ പുരട്ടി അപ്പൻ്റെ മുമ്പിൽ ഇല്ലാത്ത തെളിവുമായിട്ട് പോവുക. ഇല്ലാത്ത തെളിവുണ്ടാക്കി ഇങ്ങനൊരു മകനില്ല, അവനെ ഒരു ദുഷ്ടമൃഗം കൊന്നുകളഞ്ഞു ഒന്ന് തെറ്റിദ്ധരിപ്പിക്കേണ്ടതിനായി അവൻ്റെ വസ്ത്രത്തിനകത്ത്, സ്തോത്രം, രക്തം പുരട്ടിക്കൊണ്ട് പോകുമ്പോൾ യോസഫ് അർദ്ധനഗ്നനായി ആ പൊട്ടക്കുഴിക്കകത്ത് കിടക്കുകയല്ലേ? സ്തോത്രം. അപ്പൻ സ്നേഹത്തോടെ കൊടുത്തു. യോസഫിന്റെ സങ്കടം എന്നാണെന്നറിയാമോ? വീട്ടിൽ നിന്ന് കിട്ടിയ ഉടുപ്പാ വീട്ടുകാർ തന്നെ കീറിക്കളഞ്ഞേ. യോസഫിനോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. വീട്ടിൽ നിന്ന് കിട്ടിയത് വീട്ടുകാർ തന്നെ കീറിക്കളഞ്ഞാലോ വീട്ടുകാർക്ക് കീറിക്കളയാൻ പറ്റാത്തതൊന്ന് ഞാൻ നിന്നെ ഉടുപ്പിക്കുന്നുണ്ട്. ഇന്ന് ചില ദൈവമക്കളുടെ ആത്മാവ് ഇതൊരു പ്രവചന ശബ്ദം പോലെ കൈമാറുകയാ. ഞാനൊരു വെളിപ്പാടിടാനായി ഈ ഭാഗത്തെ തൊട്ടത്, എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഒരു പ്രവചന ദൂത് കൈമാറുന്നു. വീട്ടിൽ നിന്ന് കിട്ടിയ നന്മകൾ, വീട്ടിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ചുറ്റും നിന്ന് വീട്ടുകാർ തന്നെ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞാലോ ഒരുത്തർക്കും കീറിക്കളയാൻ പറ്റാത്തതൊന്ന് നിന്നെ ഉടുപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കാൻ പോകയാ. ചിലർക്ക് വേണ്ടി അങ്ങനത്തെ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അതെനിക്കുള്ള ദൂതാണെന്ന് ആത്മാവിൽ ബോധ്യമാകുന്നവരുണ്ടെങ്കിൽ കർത്താവിന് ആരാധന കൊടുത്തു. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ചിലത് ചെയ്യാൻ പോവാ. എന്തോ കർത്താവിനോട് സംസാരിക്കുന്നു. അങ്ങനെ ചിലത് വന്ന് കയറാൻ പോവാ. ഒരു ദൂത് കർത്താവ് ഇതിനകത്ത് കൈമാറുന്നു. പൊട്ടക്കുഴിക്കകത്ത് നോക്കിക്കേ, പൊട്ടക്കുഴിക്കകത്ത്
അർദ്ധനഗ്നനായി കിടക്കുന്ന യോസഫിന് അവൻ്റെ ഹൃദയത്തിൽ പെയിനുണ്ട്. കാരണം സ്വന്തം സഹോദരങ്ങൾ തന്നെ എൻ്റെ ഉടുപ്പ് കീറി, സ്വന്തം സഹോദരൻ തന്നെ എന്നെ പൊട്ടക്കുഴിക്കകത്ത് തള്ളിയിട്ടു, എനിക്ക് ഉടുപ്പാനൊരു വസ്ത്രമില്ലല്ലോ. എന്നാൽ യോസഫിന്റെ ഹൃദയത്തെ തൊട്ട് ദൈവത്തിന് കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. യോസഫേ, ദോദാന്റെ നടുവിൽ ആ പൊട്ടക്കുഴിയുടെ അരികിൽ നഷ്ടപ്പെട്ടു പോയ വസ്ത്രത്തെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഇവിടെ നഷ്ടപ്പെട്ടതിന് പകരം അങ്ങകലെ ഈജിപ്തിലെ നെയ്ത്തുശാലയിൽ നിനക്ക് വേണ്ടി മറ്റൊരെണ്ണം ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആരുടെയൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. ഡൽഹിക്കകത്ത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. രാജ്യത്തിന്റെ വ്യോമ അതിർത്തിക്കപ്പുറം നിനക്ക് വേണ്ടി കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ വീടിനകത്ത് കീറിക്കളഞ്ഞതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഭൂഖണ്ഡത്തിന്റെ വ്യോമ അതിർത്തിക്കപ്പുറം മാതാവേ, അങ്ങയുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആര് തടസ്സം നിന്നാലും ഞാൻ അതിനെ കൈമാറുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശേഖേമിനും ദോദാനും മധ്യ കീറിപ്പോയ ഉടുപ്പിന് പകരം ഈജിപ്തിലെ നെയ്ത്തുശാലയിൽ ദൈവമരണത്തെ രൂപകൽപ്പന ചെയ്തെങ്കിൽ അതോറിറ്റിയുടെ ഡ്രസ് കോഡ് ചിലർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അധികാരത്തിന്റെ ഡ്രസ് കോഡ് വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ പ്രിയരെ? വീട്ടിൽ നിന്ന് കിട്ടിയ ഉടുപ്പ് വീട്ടുകാർ കീറിക്കളഞ്ഞപ്പോൾ വീട്ടുകാർക്ക് കീറിക്കളയാൻ പറ്റാത്തതൊന്ന് ആ മിനിറ്റ് മുതൽ ഈജിപ്തിലെ നെയ്ത്തുശാലയിൽ ദൈവം ഡിസൈൻ ചെയ്തു തുടങ്ങി. അടുത്ത ചില വർഷങ്ങൾ കഴിഞ്ഞ് അവൻ അത് ധരിക്കാനുള്ള വസ്ത്രമാണ്. ഈ യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങളാണ് കൊടുക്കുന്നത്. ഈ യഹൂദയെക്കുറിച്ച് പറയുന്നത് യഹൂദ ഒരു ബാലസിംഹമാണ്. സ്തോത്രം. ദാൻ വഴിയിലൊരു പാമ്പ്, പാതയിലൊരു സർപ്പം. ശ്രദ്ധിച്ചേ, നഫ്താലിയെ കുറിച്ച് പറയുന്നത് പേടമാനാണ്. ഗ്ലോറി ടു ഗോഡ്. കുറെ കൂടെ കഴിഞ്ഞ് ബെന്യാമിനെ കുറിച്ച് പറയുന്നത് അവൻ കടിച്ചു കീറുന്ന ചെന്നായാണ്. ഓരോരുത്തരെയും മൃഗങ്ങളോട് ഉപമിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? യഹൂദ ഒരു സിംഹം, ഒന്നൊന്നിന്റെ ആഹാരമല്ലേ? രക്തത്താൽ ജയം. സിംഹത്തിന്റെയും പേടമാന്റെ ഇസാഖാർ അസ്ഥിബലമുള്ള കഴുത. കണ്ടോ, ഇതൊക്കെ ഉപദ്രവിക്കുന്നതല്ലേ? മൃഗങ്ങളെല്ലാം ഉപദ്രവിക്കുന്നതാ. യോസഫിനെ നോക്കി പറയാ, നീ ഒരു വൃക്ഷമാണ്. ഓ ജയം ജയം ജയം. ഒരിക്കൽ ഈ മൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വച്ചാ ഒരു സ്ഥലത്ത് ഈ മൃഗങ്ങളെല്ലാം ഇവന്റെ ചുറ്റും ഒരുമിച്ച് കൂടി. സ്തോത്രം. അത് ദോദാനിൽ ആ പൊട്ടക്കുഴിയുടെ അരികിലാ. ബാലസിംഹവും അസ്ഥിബലമുള്ള കഴുതയും വഴി കിടക്കുന്ന പാമ്പും കടിച്ചു കീറുന്ന ചെന്നായും പേടമാനും ഇവരെല്ലാം കൂടെ ഒരുപോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആർക്കു വേണ്ടിയാണെന്നറിയാമോ? ഫലപ്രദമായൊരു വൃക്ഷമാകുന്ന യോസഫിന് വേണ്ടി. ചുറ്റും നിൽക്കുന്ന ദുഷ്ടമൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാലും മൃഗത്തിന്റെ സ്വഭാവം നോവിപ്പിക്കുക, വേദനിപ്പിക്കുക എന്നുള്ളതാ. പക്ഷെ ഈ വൃക്ഷത്തിന്റെ സ്വഭാവം എന്നാണെന്നറിയോ? ഫലം കായ്ക്കും, ഫലം കായ്ക്കും. പാമ്പ് വന്ന് നോവിച്ചാലും, സ്തോത്രം, അസ്ഥിബലമുള്ള കഴുത വന്ന് അതിന്റെ ഇലകൾ പറിച്ചെടുത്താലും രക്തത്താൽ ജയം. പേടമാൻ വന്ന് അതിന്റെ ഇലകൾ കടിച്ചെടുത്താലും യോസഫ് ആകുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത, ഇവന്മാര് ചെയ്യുന്നത് പോലെ ഇവന് പ്രതികരിക്കാൻ പറ്റില്ല. സ്തോത്രം. ബാലസിംഹത്തിന്റെ മനോഭാവമല്ല വൃക്ഷത്തിന്റെ മനോഭാവം. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ മുറിവേൽപ്പിച്ചാലോ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും വൃക്ഷത്തിന് അവർക്ക് ഫലം കൊടുക്കാനേ പറ്റത്തുള്ളൂ, അവന് തളിർക്കാനേ പറ്റത്തുള്ളൂ, അവന് ഫേവർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തെ തൊട്ടൊരു ദൂത് കൈമാറുന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് പോലും നിങ്ങളൊരു തണലാകാൻ പോകയാ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് പോലും ഫലം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഫലപ്രദമായൊരു വൃക്ഷമാക്കി മാറ്റാൻ പോകയാ. അത് വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി കർത്താവിന് ആമേൻ പറഞ്ഞ് ആ ദൂതിനെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. വിമർശിക്കുന്നവർക്കും വെല്ലുവിളിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്കും അപവാദത്തിന്റെ വാക്കുകൾ തൊടുത്തുവിടുന്നവർക്കുമൊക്കെ ഫലം കൊടുക്കാൻ പാകത്തിൽ ഒരു ഫലപ്രദമായ വൃക്ഷമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകയാ. ഹല്ലേലൂയ. ജോസഫിന് എല്ലാവരും ബിഹേവ് ചെയ്യുന്ന പോലെ പറ്റത്തില്ല. വിമർശനം നേരിടും, അവൻ വിമർശിക്കത്തില്ല. അവനെ കുടഞ്ഞ പൊട്ടക്കുഴിയിലേക്ക് എറിയുക. പക്ഷെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും യോസഫിനെ തള്ളിക്കളയാത്തൊരു ദൈവമില്ലേ? സ്തോത്രം. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഗിലയാദിൽ നിന്ന് ഇശ്മായേലിയരായ കച്ചവട സംഘം അതുവഴി വന്നു. ബിസിനസ് ടീം, അങ്ങനെ എഴുതിയിരിക്കുന്നത് മറ്റൊരു ഭാഷയിൽ. ഗിലയാദിൽ നിന്ന്
ഇസ്മായേലിയരായ കച്ചവട സംഘം, അവരുടെ കയ്യിലെ പ്രോഡക്റ്റ് എന്നാണെന്നറിയോ? സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും. ദൈവത്തിന്റെ പദ്ധതി എത്രയോ ശ്രേഷ്ഠകരമാ. യോസഫ് കിടക്കുന്നത് പൊട്ടക്കുഴിയിലല്ലേ? പൊട്ടക്കുഴിയുടെ പ്രത്യേകത വെള്ളമില്ലാത്ത കുഴിയാ. വരുന്നവരും പോകുന്നവരും എല്ലാം അതിനകത്താണ് വേസ്റ്റ് ഇടുന്നത്. ജോസഫ് ഒരു വേസ്റ്റ് ആയതുകൊണ്ടാണ് ഇവനെ അങ്ങോട്ട് തള്ളിയേ. ഞാൻ എൻ്റെ ഭാഷയെ പറയുക, ദുർഗന്ധം വമിക്കുന്ന പൊട്ടക്കിണറ്റിലാണ് യോസഫ് ഇപ്പൊ കിടക്കുന്നത്. എന്നാൽ അവന്റെ അരികിലേക്ക് ഒരു കരം ഇറങ്ങി വരിക. സ്തോത്രം. അവന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന കരത്തിന്റെ പ്രത്യേകത, ഇവരുടെ കയ്യിലുള്ളത് എന്നാണെന്നറിയോ? സുഗന്ധപ്പശയാ. ഞാൻ എൻ്റെ ഭാഷയിൽ ഇന്ന് കൈമാറുകയാ. ദുർഗന്ധത്തിൽ കിടക്കുന്നവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പെർഫ്യൂം വിൽക്കുന്നവർ വന്നില്ലേ? ജോസഫേ, നിന്റെ പ്രോബ്ലം എന്താണോ അതിനെ കവർ ചെയ്യാൻ സാധ്യതയുള്ളവരാ നിന്നെ തേടി വരാൻ പോകുന്നത്. ചില വീടുകളെ നോക്കിക്കൊണ്ട് ആത്മാവ് ഇടപെടുകയാ. നിന്റെ ദുർഗന്ധത്തെ കവർ ചെയ്യുന്ന സുഗന്ധപ്പശയുടെ ഫേവർ ഇന്ന് രാത്രി ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കുകയാ. ഇത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. ഈ ദൂത് കർത്താവ് ഇതിനകത്ത് കൊടഞ്ഞിടുക. ചിലർക്ക് വേണ്ടി കർത്താവ് നിനക്ക് ഡിവൈൻ കണക്ഷൻസ് വരിക. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ദോദാനിലെ പൊട്ടക്കുഴിക്കകത്ത് തീരാനുള്ളതല്ല നിന്റെ ഭാവി. ഓനെ തേടി വരികയാണ്. എന്നെ കൈക്ക് പിടിച്ച് പൊക്കിയെടുക്കാം. ആരാ ഇതിനെ സ്വീകരിക്കുന്നത്? അവരുടെ അസ്ഥിക്കകത്തേക്ക് ദൂത് കയറട്ടെ. നിന്റെ ജീവിതത്തിന്റെ ദുർഗന്ധം മാറ്റാൻ നിന്റെ നീഡ് എന്താണോ, നിന്റെ ആവശ്യം എന്താണോ, അതിനെ കവർ ചെയ്യാൻ സോഴ്സ് ഉള്ള ആളുകൾ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ. ജോസഫ് ഇതുവരെ കാണാത്ത മുഖങ്ങൾ അന്ന് കണ്ടു. ജോസഫിനെ ഇതുവരെ ചേർത്ത് പിടിക്കാത്ത കരങ്ങൾ അന്ന് ജോസഫ് കണ്ടു. കൂടെ വളർന്ന സഹോദരന്മാർ ഇവനെ തള്ളിക്കളഞ്ഞു. ഇവനെ പരിഗണിക്കേണ്ട മുഖങ്ങൾ ഇവന്റെ മുമ്പിൽ മറച്ചു. ഇവനെ നോക്കേണ്ട കണ്ണുകൾ ഇവന്റെ മുമ്പിൽ കണ്ണടച്ചു. പ്രിയരെ, പലരും നിങ്ങളുടെ മുമ്പിൽ കണ്ണടയ്ക്കും, മുഖം മറയ്ക്കും. പലരും നിങ്ങളുടെ മുമ്പിൽ കൈകെട്ടി തിരിഞ്ഞു മാറി നിൽക്കും. എന്നാൽ ഞാൻ പറയുന്നു, മറ്റൊരുത്തർക്കുമില്ലാത്ത സ്വപ്നം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, മറ്റൊരിടത്ത് കർത്താവ് കൈമാറാത്ത നിയോഗം നിങ്ങളുടെ മീതെ കൈമാറിയാൽ, നീ കിടക്കുന്ന സാഹചര്യത്തിന് അരികിലേക്ക് നിനക്ക് വേണ്ടി ആളുകളെ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന സർവശക്തന്റെ മഹത്വമാ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. ഈ റൂഫിങ്ങിനെ പൊളിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ബലമുള്ള കരത്തെ ഭാഷകൾ മാറട്ടെ. ജർമ്മൻ ഭാഷ ചില നാവിന്റെ മേലിറങ്ങുന്നു. അറബിക് ഭാഷ ചില നാവിന്റെ മേലിറങ്ങുന്നു. നീ ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഭാഷകളെ ഇവനെ പൊട്ടക്കുടിയിലേക്ക് തള്ളിയിട്ടപ്പോ എല്ലാരും പറഞ്ഞു ഇവൻ തീർന്നെന്ന്. പക്ഷെ ആ പ്രതിസന്ധി, ആ കണ്ണുനീര്, ആ കരച്ചിൽ, ആ തകർച്ച നിന്റെ അവസാനമല്ല. അവിടുന്ന് ചിലത് ആരംഭിക്കാൻ പോവാ. ഗ്ലോറി ടു ജീസസ്. പൊട്ടക്കുഴി തള്ളിയിട്ടപ്പോ രൂപേനും ശിമയോനും ലേവി എല്ലാവരും കരുതി ഇവൻ തീർന്നെന്ന്. പക്ഷെ അവൻ അവിടുന്ന് ഇന്റർനാഷണൽ റോമിങ്ങിലേക്ക് പോവല്ലേ, അടുത്ത സിറ്റി പിടിക്കുകയല്ലേ, അടുത്ത രാജ്യം പിടിക്കുകയല്ലേ. സ്തോത്രം. കനാൻ ദേശത്തിന്റെ ഇസ്രായേലിന്റെ ബൗണ്ടറിക്കപ്പുറം രണ്ട് ഈജിപ്തിന്റെ ബൗണ്ടറിക്കകത്തേക്ക് അവൻ കയറുകയല്ലേ. ഇന്ന് കർത്താവ് അടിവരയിട്ട് പറയുകയാ, ഇന്നത്തെ ക്രൈസിസിനകത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ ഡോറുകൾ തുറക്കാൻ പോകുകയാ. നിന്റെ വേ മേക്കർ അത് കർത്താവാ. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ കർത്താവാ. നിന്നെ വിളിച്ചത് വഴിയിൽ ഉപേക്ഷിക്കാനല്ല, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇട്ടേച്ചു പോകാനല്ല ദൈവം വിളിച്ചത്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്. വിശ്വസിക്കുന്നവർ ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടു. ഹല്ലേലൂയ. ദുർഗന്ധം വമിക്കുന്ന പൊട്ടക്കുഴി കിടക്കുന്ന യോസഫിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ സുഗന്ധപ്പശ വിൽക്കുന്നവർ, പെർഫ്യൂം വിൽക്കുന്നവർ വന്നു. സന്നിനായകം, അത് മെഡിസിനാ. പൊട്ടക്കുഴിയിലേക്ക് തൂക്കിയെറിഞ്ഞപ്പോൾ ശരീരത്തിന് മുറിവേറ്റില്ല യോസഫെ നിനക്ക്? അന്നൊരു സംസാരം ഉണ്ടായിരുന്നു, ഗിലയാദ് വൈദ്യന്മാരുടെ നാടാ. കണ്ടോ, ഗിലയാദി എന്നൊരു സംഘം വരിക അവൻ്റെ മുറിവ് കെട്ടാൻ. ഞാൻ പറയും, കേവലം അവനെ വിലയ്ക്ക് വാങ്ങാൻ വന്നവരല്ല, അവൻ്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയിരുന്നു അവർ. അവനെ അവിടുന്ന് വാങ്ങി. പിന്നെ യോസഫ് പോകുന്ന സാഹചര്യം വിശദീകരണങ്ങൾക്കപ്പുറമാണ്. നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല. മിദ്യാനിലെ അടിമച്ചന്തയിൽ അവനെ കൊണ്ട് നിർത്തുന്നു. സ്തോത്രം. പൊത്തീഫറിന്റെ വീട്ടിൽ അവൻ ജോലിക്ക് പ്രവേശിക്കുന്നു. അറിയാവോ, ആരും പോകാത്ത വേദനയിലൂടെ അവൻ കടന്നുപോയി. പൊത്തീഫറിന്റെ വീടിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് വിചാരണ ചെയ്തു. ഈജിപ്തിലെ ജയിലിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക. സ്തോത്രം. ചെറുപ്രായത്തിൽ തന്നെ ആരും കടന്നു പോകാത്ത സാഹചര്യത്തിൽ കൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി. പക്ഷെ പിന്നത്തേതിൽ അവന്റെ മീതെ
പിതാവ് കൊടുക്കുന്ന ഒന്നാമത്തെ കരം അവൻ്റെ മേൽ ഇറങ്ങി വരിക. നീ ഒരു വൃക്ഷമാ, നീ മതിലിൻ്റെ മീതെ പടരും, നീ സാധാരണ വൃക്ഷമല്ല, നീ ഫലപ്രദമായ വൃക്ഷമാ. യോസഫിനെ പുറത്തെടുക്കാൻ ഫറവോയ്ക്ക് കർത്താവ് സ്വപ്നം ഇട്ടുകൊടുത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം, ഫറവോൻ 2 സ്വപ്നം കാണുന്നു, യോസഫിൻ 2 സ്വപ്നം കാണുന്നു. ഫറവോന്റെ ഒരു സ്വപ്നവും യോസഫിന്റെ ഒരു സ്വപ്നവും കണക്റ്റഡാ. ഫറവോ കാണുന്നു 7 കതിരിന്റെ സ്വപ്നം കണ്ടില്ലേ? സ്തോത്രം. എന്നതാ ഈ കതിര്? ഫറവോ കണ്ടത് 7 കതിരാ. സ്തോത്രം. എന്നാൽ യോസഫിന്റെ അകത്ത് കിടക്കുന്നത് ഒരു ഫുൾ കറ്റയല്ലേ? 7 അല്ല, 700 കതിര് ചേർന്നല്ലേ ഒരു കറ്റ. ഞാൻ ഇങ്ങനെ പറയുകയാ, യോസഫ് അവിടുത്തെ ജയിലിൽ കിടക്കുമ്പോൾ അതേ കൊട്ടാരത്തിലെ അരമനയ്ക്കകത്ത് ഫറവോന്റെ മുറിക്കകത്ത് വേണ്ടേ അതിന്റെ ഒരു പാർട്ട് റിലീസായി. യോസഫിന്റെ അകത്ത് ഇതിന്റെ ഫുൾ പോർഷൻ കിടപ്പുണ്ട്. യോസഫിന്റെ അകത്ത് ഒത്തിരി കറ്റകൾ, ഒത്തിരി കതിരുകൾ ചേരുന്ന ഒരു കറ്റ കിടക്കുമ്പോൾ അതിന്റെ കേവലം ഒരു പാർട്ട് മാത്രം ഫറവോന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാ. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാ, സ്വപ്നമുള്ളവൻ ഒരു പട്ടണത്തിനകത്ത് കയറിയാൽ ആ സ്വപ്നത്തിന്റെ ഇമ്പാർട്ടേഷൻ നടക്കും. ഗുഡ്ഗാവിൽ അത് കാണും, അത് സാഖേതിൽ അത് കാണും, ന്യൂഡൽഹിയിൽ അത് കാണും. സ്തോത്രം. ഇതിന്റെ അടുത്ത സ്റ്റേറ്റുകളിൽ അത് വെളിപ്പെട്ട് വരാൻ പോകയാ. ആർക്കും കിട്ടാത്ത ഡ്രീമുമായി ഈ പട്ടണത്തിനകത്തേക്ക് അഭിഷക്തനെ അങ്ങ് കയറി വന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഇവിടുത്തെ VVIPകൾക്ക് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന സ്വപ്നത്തിന്റെ ചില പോഷനുകളെ ഇട്ടുകൊടുത്ത് അവന്റെ ഉറക്കത്തെ കെടുത്തി അവനിലൂടെ നിനക്കൊരു മഹത്വം ചലിക്കേണ്ടതിനായി ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട് വരാൻ പോകയാ. നിന്റെ അകത്ത് വീണ് കിടക്കുന്ന സ്വപ്നത്തിന്റെ ചില ഭാഗങ്ങളെ ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുമെന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ കർത്താവിന് ഇന്ന് മഹത്വം കൊടുത്തു. നീ നിന്റെ അകത്ത് വീണ് കിടക്കുന്നതിന്റെ ചില ഭാഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജില്ല ഭരിക്കുന്നവർ, സംസ്ഥാനം ഭരിക്കുന്നവർ, ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നമ്മുടെ ദർശനത്തിന് ചില ഭാഗങ്ങൾ ആത്മതലത്തിൽ ദൈവം അവരുടെ അകത്ത് ഇട്ടുകൊടുക്കാൻ പോവാ. ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് നമ്മുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളതാ. നിങ്ങളുടെ മേൽ ഇത് വെളിപ്പെട്ട് വരാനുള്ളതാ. സ്തോത്രം, സ്തോത്രം. ഈ സിറ്റിക്കകത്തേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ അകത്ത് ദൈവം തന്ന സ്വപ്നങ്ങൾ ദൈവം ഇവിടെ ഉള്ള ചില VIPകളുടെ മേലത് പകരാൻ പോവാ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനകത്ത് അതിൻ്റെ ഇമ്പാർട്ടേഷൻ നടക്കാൻ പോവാ. നിങ്ങൾ നടന്നു പോകുന്ന തെരുവുകളിൽ അതിന്റെ പകർച്ച നടക്കാൻ പോകയാ. സ്വപ്നക്കാരൻ ജയിലിൽ കയറിയാൽ സ്വപ്നത്തിന്റെ പകർച്ച അരമനക്കകത്ത് വെളിപ്പെട്ട് വരുമെന്ന് യോസഫിന്റെ കാലത്ത് ദൈവം വെളിപ്പെടുത്തിയതാണെങ്കിൽ 2025 8-ാം മാസത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ കർത്താവ് അത് തെളിയിക്കാൻ പോകയാ. എന്തിനാണെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, ദൈവനാമത്തിന്റെ മഹത്വത്തിന്, ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലിനായി നീ കണ്ടത് ചിലത് കൊല്ലങ്ങളായി നീ കൊണ്ടു നടക്കുന്നത്, വർഷങ്ങളായി നീ കൊണ്ടു നടക്കുന്നത്, അതിന്റെ ചില പാർട്ടികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ മീതെ കൈമാറാൻ പോകുകയാണ്. നിന്നെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്യഭാഷ പറഞ്ഞു കർത്താവിന് മഹത്വം കൊടുത്തു. ഇന്ന് കർത്താവ് അതിനെ തുറക്കുന്നു, ആ ജാലകങ്ങൾ തുറക്കുന്നു. കർത്താവ് അതിനെ അൺലോക്ക് ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് അതിനെ അൺലോക്ക് ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് അതിനെ തുറക്കുന്നു. സ്വപ്നം പിടിച്ചുകൊണ്ട് നീ ഇവിടുത്തെ തെരുവുകളിലൂടെ നടന്നാൽ സ്വപ്നത്തിന്റെ പകർച്ച നടക്കുമെന്ന്. സ്വപ്നം പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഷോപ്പിംഗ് മാളിനകത്ത് നീ കയറിയാൽ സ്വപ്നത്തിന്റെ പകർച്ച നടക്കുമെന്ന്. ആർക്കുമില്ലാത്ത ദർശനം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ, ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം നിന്റെ അകത്ത് തന്ന സ്വപ്നങ്ങളുടെ പകർച്ചകളെ. വാഗ്ദത്തം ഉള്ളവൻ ഒരു സിറ്റിക്കകത്ത് കയറിയാൽ ഇതിന്റെ ഇമ്പാർട്ടേഷൻ നടക്കും. അത് ഇതുവരെ സ്വപ്നം കാണാത്ത ഫറവോയ്ക്കകത്ത് സ്വപ്നങ്ങൾ വെളിപ്പെട്ട് വരാൻ തുടങ്ങി. സ്വപ്നത്തിനകത്ത് ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെട്ട് വരാൻ തുടങ്ങി. ഇതാർക്കാ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? ഫറവോയുടെ കൊട്ടാരത്തിൽ മന്ത്രവാദികളുണ്ട്, ശകുനവാദികളുണ്ട്, ലക്ഷണവിദ്യ അറിയാവുന്ന ആളുകളുണ്ട്. ഫറവോ ആ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ ഇടവും വലവും നിന്നും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒത്തിരി പേരവിടെ ഉണ്ട്. ഇവന്മാർക്ക് ആർക്കെങ്കിലും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇത് വ്യാഖ്യാനിക്കാൻ യോസഫിനെ പറ്റത്തുള്ളൂ. എന്നാ കാരണം എന്നറിയാമോ? ഫറവോ കണ്ടതിന്റെ ഫുൾ പാർട്ട് കിടക്കുന്നത് യോസഫിന്റെ അകത്താ. ഇതിന്റെ പൂർണ്ണ രൂപം കിടക്കുന്നത് യോസഫിന്റെ അകത്താ. ഇത് വേറെ ഒരുത്തർക്കും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയുകയാ, അങ്ങയെ കൊണ്ടൊരു ശുശ്രൂഷ ചെയ്യിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ,
പ്രാർത്ഥിക്കുന്ന പിതാവേ മാതാവേ, അങ്ങയെ കൊണ്ടൊരു മിനിസ്റ്റർ ചെയ്യിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ അത് നിങ്ങളിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. വേറെ ഒരുത്തർക്കും കർത്താവ് നിയോഗം ഇട്ടുകൊടുക്കത്തില്ല. നിങ്ങളുടെ മീതെ ദൈവം ഇട്ടത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു ദൈവിക ക്രമീകരണം ഇന്ന് രാത്രി ഇതിനകത്ത് തുറന്നു വരാൻ പോകുകയാ. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ആ ദൂതന്റെ മുമ്പിൽ പ്രതികരിച്ചു. പ്രസംഗം കൊണ്ട് നടക്കാത്തത്, പ്രവചനം കൊണ്ടോ പ്രബോധനം കൊണ്ടോ നടക്കാത്തത്, ദൈവം തന്ന നിയോഗം കൊണ്ട് ഇവിടുത്തെ തെരുവുകളിൽ ചലിപ്പിക്കേണ്ടതിനായി. മന്ത്രവാദിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല, ശകുനവാദിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒത്തിരി എക്സ്പേർട്സ് അവിടെ ഉണ്ട്, ലക്ഷണവിദ്യ അറിയാവുന്നവരുണ്ട്. കാലം നോക്കി, കാലഗതി നോക്കി, നക്ഷത്രങ്ങളെ നോക്കി കാര്യങ്ങൾ വിവേചിച്ച് പറയാൻ ശേഷിയും പ്രാപ്തിയുമുള്ളവർ ഈജിപ്തിലെ കൊട്ടാരത്തിനകത്തുണ്ട്. അവിടുത്തെ മിടുക്കന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് പൊട്ടക്കിണറ്റിൽ നിന്ന് കയറി വന്നൊരു ചെറുപ്പക്കാരൻ്റെ അകത്ത് കർത്താവ് കൈമാറിയെങ്കിൽ അവിടുത്തെ ഉന്നതന്മാർക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് പൊത്തീഫറിന്റെ വീടിനകത്ത് അടിമപ്പണി ചെയ്ത് ഈജിപ്തിലെ ജയിലിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു സാധാരണ കൊച്ചു ബാലന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു പ്രാപ്തി കൈമാറിയെങ്കിൽ ആത്മാവിന് ഉറപ്പ് തരികയാ, ഉലകത്തിൽ മറ്റൊരുത്തർക്കും ചെയ്യാൻ കഴിയാത്ത ദൈവിക നിയോഗങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ അരുളപ്പാടാ. രാജാവിന് ചെയ്യാൻ പറ്റാത്തത് യോസഫ് ചെയ്യുക. അവിടെ ഭറവ പറയുന്നൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38-39 വാക്യങ്ങൾ. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ചോദ്യം കണ്ടോ? ഇവനെ പോലെ ഒരുത്തനെ കിട്ടുമോന്ന്. ആരെ പോലെയാ? യോസഫിനെ പോലെ. യോസഫെ, നീ എവിടുന്നാ വരുന്നേ? ജോസഫ് പറയും, ഞാൻ ജയിലിൽ നിന്നാ വരുന്നേ. അവന് നല്ല ഡ്രസ് കോഡ് ഉണ്ടോ? അവൻ പ്രാകൃത രൂപമല്ലേ? ഇതുവരെ ജയിലിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം ഫറവോയുടെ മുമ്പിൽ തല കുനിച്ചേ നിന്നിട്ടുള്ളൂ. എന്നാൽ വേണ്ട, ചരിത്രത്തിൽ ആദ്യമായി ഒരുത്തൻ ഫറവോന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക. അവന്റെ ശിരസ് ഉയർത്തി. എന്റെ ശിരസ് ഉയർത്തുന്നതാ നീ കണ്ട സ്വപ്നം. ഗ്ലോറി ടു ഗോഡ്. ഇവനെ പോലെ ഒരുത്തനെ കിട്ടുമെന്ന്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനല്ല. ഇനി താഴേക്ക് വായിക്കുമ്പോ യോസഫിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന മഹത്വമാണ് കാണുന്നത്. അവനെ ഫറവോന്റെ ഗ്രഹത്തിനൊക്കെയും മേലധികാരിയാക്കി, മിസ്രൈമിനൊക്കെയും മേലധികാരിയാക്കി. അവൻ അധികാരത്തിന്റെ കുപ്പായം, അധികാരത്തിന്റെ മോതിരം. സ്തോത്രം. ഇവന്റെ പ്രൊഫൈല് മാറുകയല്ലേ. സ്തോത്രം. ഫറവോ അവനൊരു പേരിട്ടു, സാപ്നത് പനേഹ്. ഓനിലെ പുരോഹിതനായ പൊത്തീഫറിന്റെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. ജോസഫിന് 2 മക്കൾ അവിടെ ജനിക്കുക. ഒന്ന് മനശ്ശെ, 2 എഫ്രൈം. ഒരൊറ്റ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് ഇവന്റെ മിനിസ്ട്രിയും ജീവിതവും മുഴുവൻ മാറിയില്ലേ. എന്നെ ചിന്തിപ്പിച്ചത് ഫറവോ പറയുന്ന സ്റ്റേറ്റ്മെന്റാ. ഇവനെ പോലെ ജ്ഞാനവും വിവേകവും ഉള്ള വേറൊരുത്തനില്ലെന്ന്. ജോസഫ്, ഈ വിസ്ഡം നിനക്ക് എവിടുന്നാ കിട്ടിയേ? ചെറുപ്രായത്തിൽ പൊട്ടക്കുഴി വീണതല്ലേ? സ്തോത്രം. പ്രോപ്പർ എഡ്യൂക്കേഷൻ നിനക്കുണ്ടോ? ഇവന്റെ അക്കാഡമിക് പ്രൊഫൈൽ നോക്കിയാൽ, ഇവന്റെ റെസ്യൂം നോക്കിയാൽ, ഇവന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് നോക്കിയാൽ ഇങ്ങനൊരു പൊസിഷനിൽ ഇവനൊരു നിയമനം നടക്കാൻ സാധ്യതയുണ്ടോ? ഫറവോ കഴിഞ്ഞാൽ അടുത്ത ആളായി യോസഫിനെ നിയമിക്കാൻ പോവാ. ആത്മലോകത്ത് യോസഫിന് വേണ്ടി ഒരു നിയമനം നടക്കാൻ പോകുകയാ. എന്താ? മിസ്രൈമിലെ മന്ത്രിയായിട്ട് അവനെ നിയമിക്കാൻ പോകുകയാ. ലോകം മുഴുവൻ കത്തിപ്പടരുന്നൊരു ക്ഷാമകാലഘട്ടത്ത്, സ്തോത്രം, ഈജിപ്തിലെ പാണ്ഡികശാലകൾ മുഴുവൻ ധാന്യം കൊണ്ട് നിറച്ച് അതിന്റെ താക്കൽ കൂട്ടം ദൈവം യോസഫിന്റെ കരത്തിലേക്ക് കൊടുത്തില്ലേ? മിസ്രൈമിന്റെ മുഴുവൻ എക്കണോമിയും കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനമല്ല യോസഫിന്റെ മേൽ വന്ന് വീണത്. എന്നോട് കർത്താവ്, ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ കാതിൽ എന്നോട് പറയുന്നു, പാസ്റ്ററെ, സ്തോത്രം, കിങ്ഡം ഫൈനാൻസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ അനോയിന്റിങ്,
അങ്ങയുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ലെബ്രോക്കോസി ഹത്തരാനാസിഹ. എന്റെ കാതിൽ കർത്താവ് ആത്മാവ് ആവർത്തിച്ച് പറയുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് അനോയിന്റിംഗ് അങ്ങയുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകയാ. ഇത് പഠനത്തിൽ നിന്ന് കിട്ടിയതല്ല, അറിവിൽ നിന്ന് കിട്ടിയതല്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്തതല്ല. ദൈവം കൊടുത്ത സ്വപ്നത്തെ താലോലിച്ച് ഒരുവന്റെ അകത്ത്, ഉയരത്തിൽ നിറങ്ങി വന്ന ജ്ഞാനത്തിനകത്ത് ഒരു വലിയ സംവിധാനത്തെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അസാധാരണമാകുന്ന വിസ്ഡം വെളിപ്പെട്ടു വന്നതുപോലെ. ഇത് ചർച്ചുമായി ബന്ധപ്പെട്ടല്ലോ. ആത്മലോകത്ത് ഒരു വലിയ സംവിധാനത്തെ നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ഈ കരത്തിന്റെ കീഴിൽ, ഈ നാവിന്റെ കീഴിൽ വിശ്വസ്തയോടെ അഡ്മിൻ ചെയ്യുവാനുള്ള ദൈവരാജ്യത്തിന്റെ ജ്ഞാനത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് അനോയിന്റിംഗ്. നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിന്റെ കുഞ്ഞിനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്ത് അത്ഭുതകരമായിട്ട് മാനിക്കാൻ ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് പട്ടണങ്ങളെ ഭരിക്കാൻ, പട്ടണങ്ങളെ വാഴാൻ, രാജ്യങ്ങളുടെ ഭരണ സംവിധാനത്തിന് വേണ്ടി. അവൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗുണമല്ല, അവൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഗുണമല്ല. അങ്ങനെ ഒന്ന് യോസഫിനില്ല. 17-ാമത്തെ വയസ്സിൽ പൊട്ടക്കുഴി വീണവൻ, കൃത്യമായി വിദ്യാഭ്യാസം കിട്ടാതെ, കൃത്യമായ പരിശീലനം കിട്ടാതെ, ഒത്തിരി ത്യാഗപൂർണമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ യോസഫ് വേണ്ട ഒരു രാജ്യത്തിന്റെ മുഴുവൻ എക്കണോമിയെ അഡ്മിൻ ചെയ്യാനുള്ള ദൈവിക ജ്ഞാനമായി രംഗത്ത് വരാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വെളിപ്പെട്ടു വന്നെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് ആത്മനിറവോടെ ആരാധിക്കുന്ന ചില ദൈവമക്കളുടെ മീതെ അങ്ങനത്തെ ഒരു വിശേഷപ്പെട്ട അഭിഷേകത്തെ ജയം മാനിക്കപ്പെടും. നിങ്ങൾ തകർന്നു കിടന്നതിനെ അടുക്കിക്കൂട്ടും. ചില വർഷം മിസ്രൈമിലെ സകല എക്കണോമിയും ഫറവോന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോ, ഫറവോന്റെ കൈവിട്ടുപോയ എക്കണോമിയെ യോസഫിന്റെ കരത്തിൽ കർത്താവ് സെറ്റ് ചെയ്തെങ്കിൽ, ഫറവോയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത് യോസഫ് ഡീൽ ചെയ്തെങ്കിൽ, ദൈവാത്മാവ് ഇടപെടുകയാ. ഇവിടുത്തെ ഉന്നതന്മാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, ഫൗണ്ടറിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, MDക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, സ്വപ്നമുള്ള അഭിഷേകമുള്ള ദൈവവൃത്യന്മാരെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് അവിടുത്തെ MDക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത്, വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത്, സ്വപ്നമുള്ള നിങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യിക്കാൻ. കരത്തിന്റെ ബ്ലെസ്സിങ് വീണമോ പോകുന്ന പോക്ക് കണ്ടോ? ഇന്ന് എവിടെ കിടക്കുന്നു? നിങ്ങളുടെ വാഗ്ദത്തവും നിങ്ങളുടെ സാഹചര്യവും തുലനം ചെയ്യരുത്. അതിനെ വെച്ച് ഒപ്പിച്ച് നോക്കരുത്. ഇവിടെ നിൽക്കുന്നതല്ല നാം കേട്ട വാഗ്ദത്തം. രാജ്യത്തെ വിഴുങ്ങുന്നൊരു തീ ഇതിനകത്ത് നിന്ന് പുറപ്പെടും. ഭാരതത്തിന്റെ 28 സ്റ്റേറ്റുകളെ കയറി തൊടുന്ന ഒരു ആത്മതലം ഇതിനകത്ത് വ്യാപരിക്കും. ലെമോസി ആൻവസ്ബിറ്റിനിയ, അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അരുണാചൽ മുതൽ ഗുജറാത്ത് വരെ 28 സ്റ്റേറ്റുകളെ ഇളക്കി മറിക്കുന്ന ചിലതിനെ, ആലയത്തിന്റെ പുൾപിറ്റിൽ ഇറങ്ങുന്ന ഗ്ലോറിയെ ഭാരതത്തിന്റെ തെരുവുകളിൽ ചലിപ്പിക്കാൻ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ നടുവിൽ ഭയങ്കര മൂവിന് വേണ്ടി ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിനെ കർത്താവ് തെരുവിലേക്ക് ഇറക്കുമ്പോ, റെബോനി ഹസ്തർ വൈഡം തരാന, പാപത്തിൽ വീണ് കിടക്കുന്ന ഒരു തലമുറയെ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് ദൈവമഹത്വത്തെ ചലിപ്പിക്കേണ്ടതിനായി, ഗസക്കുള്ള നിർജ്ജന വഴിയിൽ എത്യോപ്യ എന്ന് വന്ന ഒരുവനെ, അങ്ങനെ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്താൻ ഫിലിപ്പോസിന് കർത്താവ് കരുത്ത് പകർന്നെങ്കിൽ, ഇന്ത്യൻ ചർച്ചിന്റെ മീതെ അങ്ങനത്തെ ഒരു പോർട്ടൽ ദൈവാത്മാവ് തുറക്കാൻ പോകയാ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞവൻ. ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രി ഒരു വെളിപ്പാട് പറഞ്ഞാ തുടങ്ങിയത്. പക്ഷെ ഈ മിനിറ്റിൽ ഇതിന്മീതെ ഒരു ആത്മതലം തുറക്കുക. സഭ സ്വീകരിക്കാത്ത ചിലർ ദൈവസഭയ്ക്കകത്തേക്ക് കയറി വരാൻ പോവുക. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യൗവനക്കാരെ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ പോകുന്നു. ഭാരതത്തിലെ ഗ്രാമങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ, ഭാരതത്തിലെ ഗ്രാമങ്ങളെ ദത്തെടുക്കാൻ, ഇവിടെ ഉണർവുകൾക്ക് വേണ്ടി ദൈവത്തെ അറിയുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ, ഭാരതത്തിലെ ഗ്രാമങ്ങളെ ദത്തെടുക്കാൻ ചിലരുടെ കരത്തിൽ കർത്താവ് നന്മയുടെ വാതിലുകളെ തുറക്കും. അത്ഭുതങ്ങൾ കാണാൻ പോകയാ. മോനെ, നിനക്കൊരു ഇമെയിൽ വരും. ഇമെയിലിനകത്ത് നീ ഒരു അത്ഭുതം കാണും.
നീ ഇന്ന് എഴുന്നേറ്റ് നിന്ന ഈ ദൂതനെ സ്വീകരിക്കുന്ന, പക്ഷേ കർത്താവ് പറയുന്നു ഒരു ഇമെയിലിൽ നിനക്ക് തുറക്കാൻ പോകുന്ന ഒരു വിൻഡോ, ആ അത്ഭുതം നീ കാണുമ്പോൾ, അത് കരത്തിൽ നീ റിസീവ് ചെയ്യുമ്പോൾ, ആ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി നിന്റെ കരത്തിലേക്ക് വരുമ്പോൾ, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിൽ ഒരാത്മതലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി മഹത്വത്തിന്റെ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. ശേഖേമിലും ദോഥാനിലും അടഞ്ഞത് ഈജിപ്തിനകത്ത് തുറന്നെങ്കിൽ ശേഖേമിൽ അടച്ചു കളഞ്ഞ സ്വപ്നത്തെ, ദോഥാനിൽ അടച്ചു കളഞ്ഞ സ്വപ്നത്തെ ഈജിപ്തിനകത്ത് കർത്താവ് റീഓപ്പൺ ചെയ്തെങ്കിൽ, അച്ഛാ ഇവിടെ വരുന്ന അഭിഷക്തന്മാരുടെ സൗണ്ട് നിങ്ങൾ മിക്സ് ചെയ്യുക ഇന്ന്. പക്ഷെ ദൈവം പറഞ്ഞു അങ്ങയുടെ ശബ്ദം ഭാരതത്തിലെ ചില ഗ്രാമങ്ങൾ കേൾക്കാൻ പോവാ. നെഹമ്യാവ് ശൂഷൻ രാജധാനിയിൽ നിന്നും ലീവ് എടുത്തു പോയി. എങ്ങോട്ടാണെന്നറിയാമോ? ജെറുസലേമിലെ മതിൽ പണിയാൻ. ഇങ്ങനെ സമയം കണ്ടെത്തി ചില ഗ്രാമങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആളുകളെ അയക്കുമ്പോൾ അതിന്റെ നടുവിൽ അവധി എടുത്തുപോയി ചില ഗ്രാമങ്ങളിൽ ഉണർവിനെ നയിക്കേണ്ടതിനായി സഭ ഉടലെടുക്കാൻ സാധ്യതയില്ലാത്തടത്ത് സഭയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരഭിഷേകത്തിന്റെ പകർച്ചയെ PMG ഫാമിലിക്കകത്ത് അടുത്ത പ്രോഡക്റ്റാണ്. ദോദാനിൽ അടച്ചു കളഞ്ഞത് മിസ്രൈമിൽ തുറന്നു. വീണ്ടും കർത്താവ് ചിലത് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അവന് പുതിയ വസ്ത്രം വരുന്നു, അവന് പുതിയ പേര് വീഴുന്നു. ഫറവോ പറ ഇവനെ പോലെ ഒരുത്തനെ കിട്ടില്ല, ഇവന് വിസ്ഡം ഉണ്ട്. എവിടുന്നാ ജോസഫ് ഈ വിസ്ഡം വന്നേ? ഒരു സ്വപ്നത്തിനകത്ത് നിന്നാ. ജയിലിൽ കിടക്കുമ്പോഴും ജ്ഞാനം റിലീസാകുക. പൗലോസിനോട് ചോദിക്കുക, പൗലോസ് പറയും ഈ ജ്ഞാനം ഏതാന്ന്? ജ്ഞാനികളുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ പറയുന്ന ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ജ്ഞാനം. അടുത്ത വാക്ക്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ച ജ്ഞാനത്തെയാ അത് നിങ്ങളുടെ നടുവിൽ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. വെളിപ്പെട്ട് കിട്ടിയിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം മറച്ചിട്ട ജ്ഞാനത്തെ ഇന്ന് രാത്രി നിന്റെ നാവിന്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയോ. വേണ്ടും പോലെ സംസാരിപ്പാൻ, വേണ്ടും പോലെ ആരാധിപ്പാൻ. അന്നത് സ്വപ്നത്തിനകത്ത് ഇറങ്ങി, പക്ഷെ ഇന്നതൊരു ആത്മാവാ. എഫെസോ സഭയുടെ ലേഖനത്തിൽ പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ മഹത്വമുള്ള ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ആർക്കാ ഇത് വെളിപ്പെട്ട് വരുന്നത്? ഞാൻ പറയും കീഴ്പ്പെട്ട് നിൽക്കുന്നവർക്കാ. യോസഫേ, അങ്ങ് ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ എന്നാ കാരണം? ഞാൻ കീഴ്പ്പെട്ട് നിന്നയാളാ. കണ്ണ് നനഞ്ഞെങ്കിലും പ്രതികരിച്ചില്ല, മാറിയിരുന്ന് കരഞ്ഞെങ്കിലും. കണ്ടോ, അന്നാ പൊട്ടക്കുഴി കിടന്ന് കരഞ്ഞവൻ. യോസഫിന്റെ മനോഭാവം മുറിവേൽപ്പിച്ചവരെയും കരുതാനേ പറ്റത്തുള്ളൂ. ഇവൻ ഈജിപ്തിന്റെ മുഴുവൻ എക്കണോമിയും സമ്പത്തും കൈകാര്യം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കനാൻ ദേശത്ത് നിന്ന് സഹോദരന്മാർ വന്നു. ഇത് തിരിച്ചറിഞ്ഞ യോസഫ് കരയാനൊരു ഇടം തേടിയെന്ന്. അന്നും അവൻ ഒറ്റയ്ക്ക് കരയുക, ഇന്നും ഒറ്റയ്ക്ക് കരയുക. അന്ന് റിജക്റ്റ് ചെയ്തപ്പോഴാണ് ഇവൻ ഒറ്റയ്ക്ക് കരഞ്ഞേ. ഇന്ന് റിജക്റ്റ് ചെയ്ത സകല ആളുകളും മുമ്പിലേക്ക് വന്ന് നിന്നപ്പോഴും അവരുടെ മുമ്പിൽ അവന് കരയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പൊസിഷനിലായി നിന്നിരിക്കുന്നത്. സ്തോത്രം. കരയാനൊരു ഇടം തേടി. ഞാൻ പറയുന്നു, തകർച്ചയ്ക്കകത്ത് കരഞ്ഞ ചിലർ അത്ഭുതത്തിനകത്ത് കരയാൻ പോവാ. സ്തോത്രം. താഴ്ചക്കകത്ത് കിടന്ന് കരഞ്ഞ ചിലർ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ദൈവം തരുന്ന മാന്യതയ്ക്കകത്ത് നിന്ന് കരയാൻ പോകയാ. അതുപോലത്തെ ഒരു ഗ്ലോറി സോൺ നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്ന രാത്രിയാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത്. യോസഫിന് 2 മക്കളാ. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനവും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു ഒന്നാമത്തവന് മനശ്ശെ എന്ന് പേരിട്ടു. മനശ്ശയെ നോക്കുമ്പോഴൊക്കെ യോസഫ് തൻ്റെ പാസ്റ്റ് മറക്കും. ഭൂതകാലത്തെ മറക്കുന്നൊരു തലമുറ. എപ്പോഴൊക്കെ മനശ്ശയുടെ മുമ്പിലേക്ക് യോസഫിൻ്റെ കണ്ണ് വീഴുവോ അപ്പോഴൊക്കെ യോസഫ് അകത്ത് പറയും, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനവും ദൈവം എന്നെ മറക്കുമാറാക്കി. ഇന്നലകളെ മറന്ന അനുഗ്രഹം വെളിപ്പെട്ട തലമുറ. 2ാമത്തെ കുഞ്ഞ് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2ാമത്തവൻ എഫ്രൈം എന്ന് പേരിട്ടു. സ്തോത്രം. അത് ഫ്യൂച്ചറിനെ തുറക്കുകയല്ലേ ചെയ്യുന്നത്.
ഏതാ യോസഫേ സങ്കടദേശം? യോസഫ് പറയും, പൊട്ടക്കുഴി തള്ളിയിട്ടവർ, മിഥ്യാനിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞവർ, പൊത്തീഫറിന്റെ വീട്ടിൽ ചെയ്യാത്ത കുറ്റത്തിന് വിചാരണ ചെയ്തവർ, ഈജിപ്തിലെ ജയിലിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചവർ, ഇവരെല്ലാവരും കാണുക ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനസ്സേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഫ്രൈം വെളിപ്പെട്ട് വരും. ഞാൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നു, പാസ്റ്റ് മറന്നാൽ ഫ്യൂച്ചർ ദൈവം നിങ്ങൾക്ക് തുറക്കും. ഇന്ന് തീരുമാനം എടുക്കാം. എന്നെ മുറിവേൽപ്പിച്ചവർ, എന്നെ തള്ളിക്കളഞ്ഞവർ, എന്നെ ഒത്തിരി പ്രയാസപ്പെടുത്തിയവർ, സ്തോത്രം, എനിക്കെതിരെ സംസാരിച്ചവർ. യോസഫ് മറന്നില്ലേ? രൂപേനോടും നമ്മളിത് മലയാളം വേർഡിൽ ഇങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ റൂട്ട് വേർഡിൽ ഹിബ്രുവിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം സകല കഷ്ടതയും പിതൃഭവനവും ചെയ്തത് മറന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചെന്നാ. ഗ്ലോറി ടു ജീസസ്. ഇന്നലകളിൽ നമ്മെ ഉപദ്രവിച്ചവരുടെ ഉപദ്രവം മറന്ന് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാൻ പറയുന്നു, മനസ്സ പാസ്റ്റിനെ മറക്കുന്നതാണെങ്കിൽ എഫ്രൈം ഫ്യൂച്ചറിനെ തുറക്കുന്നതാ. ഓ, ഈ ഫാസ്റ്റിംഗ് പ്രയർ അങ്ങനെ ഒരു തലമായി മാറട്ടെ. ഒരു മനുഷ്യൻ കണ്ടോ, വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തെ മറക്കുക, അതേ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭാവി കാലത്തെ തുറക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ മറക്കാം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് തുറക്കാം. എത്രത്തോളം നിങ്ങളുടെ ഭൂതകാലം നിങ്ങൾ മറക്കുവോ അത്രത്തോളം നിങ്ങളുടെ ഭാവി കാലത്തെ നിങ്ങൾ തുറക്കാൻ പോകുകയാ. ഒരു മനസ്സയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരു എഫ്രൈമിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് തുറക്കാൻ പോകുകയാണ്. എന്നോടുള്ള ദൂതാണെന്ന് ഹൃദയത്തിൽ കത്തുന്നവരുണ്ടെങ്കിൽ കർത്താവിന് ആരാധന കൊടുത്തു. നീ ചിലതിനെ മറന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ചിലതിനെ മറന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് തുറന്നു വരേണ്ട ദൈവാനുഗ്രഹങ്ങളെ ഇന്ന് രാത്രി കർത്താവ് തുറക്കാൻ പോകുകയാണ്. ഫ്യൂച്ചർ തുറക്കണം വച്ചാ ഒറ്റ സീക്രട്ടേ ഉള്ളൂ, പാസ്റ്റിനെ മറക്കണം. ഇത് കിങ്ഡം സീക്രട്ടാ, ദൈവരാജ്യത്തിന്റെ രഹസ്യമായത്. നിങ്ങളുടെ ഭാവി തുറക്കണോ, ഭൂതകാലം മറന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അനുദിനം മാനസാന്തരം ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇന്നലകളെ മറക്കുന്നവർക്ക് വേണ്ടി നാളുകൾ തുറന്നു വരും. ഒരു മനസ്സയുണ്ടെങ്കിൽ ഒരു എഫ്രൈം ഉണ്ട്. സ്തോത്രം. ഭറവോ യോസഫിനെ ആദരിക്കുക. അവന് പേര് വീണു, സാപ്നത് പനേഹ്. പുതിയ പേര് വന്നില്ലേ, പുതിയ ഐഡന്റിറ്റി വന്നില്ലേ. ഭറവോന് തൊട്ടു താഴെയുള്ള പദവിയിൽ യോസഫ് ആദരിക്കപ്പെടുകയല്ലേ. ആ പേരിന്റെ അർത്ഥം തന്നെ അസാധാരണമാണ്. സാപ്നത് പനേഹ്, ദ ട്രഷറി ഓഫ് ദ ഗ്ലോറിയസ് റെസ്റ്റ്. മഹത്തായ വിശ്രമത്തിന്റെ സമ്പത്ത്. ഓടി നടന്നിട്ട് കിട്ടാത്തത് ഒരുത്തൻ ഇരുന്ന് വാഴ്ച നടത്തി അതിനെ അനുഭവിക്കുകയാ. യോസഫേ, എങ്ങനാ ഇത് കിട്ടിയത്? യോസഫ് പറയും, എൻ്റെ മീതെ തുറന്നു വന്ന 2 സ്വപ്നങ്ങൾ, പിന്നത്തേതിൽ അതെനിക്ക് 2 ബ്ലെസ്സിങ് ആയി വന്നു. കണ്ടോ, പിതാവ് അനുഗ്രഹിക്കുകയാ, ഇവനൊരു വൃക്ഷമാ. ആത്മീക പിതാവ് നെബോ മലമുകളിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് യോസഫിനെ നോക്കി അനുഗ്രഹിക്കുന്ന അനുഗ്രഹം, നീ സൂര്യനാലും പ്രതിമാസിക ചന്ദ്രനാലുമുള്ള അനുഗ്രഹത്തെ അനുഭവിക്കും. ആകാശത്തിലെ വിശിഷ്ട വസ്തുക്കളും ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ഈ 2 കരവും കൂടെ ഒരുപോലെ വെളിപ്പെട്ടു വന്നപ്പോൾ യോസഫ് ഒരു രാജ്യത്തിന് അനുഗ്രഹമായി തീർന്നു. യോസഫ് അവന്റെ പിതൃഭവനത്തിന് അനുഗ്രഹമായി തീർന്നു. ആത്മാവ് ഇന്ന് ഉറപ്പ് തരികയാ, ദൈവം നമ്മളെ ആക്കി വെച്ച 2 കരത്തിന്റെ കീഴിൽ വിശ്വസ്തയോടെ ആരൊക്കെ താണിരിക്കുന്നോ അവരെ ഈ കാലഘട്ടത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഉയർത്താൻ പോകുകയാ. വിശ്വാസമുള്ളവർ ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ഒത്തിരി ആളുകളുണ്ട്. എന്നെ ദൈവം കണക്ട് ചെയ്ത ആളാ തീമത്തിയോസ്. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ ഉണർവ് ശക്തമായി ചലിക്കുമ്പോൾ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ പൗലോസുമായി കണക്റ്റായ തീമത്തിയോസിന്റെ മേലും സത്യത്തിൽ ഈ 2 ബ്ലെസ്സിങ്ങും വന്ന് വീണിട്ടുണ്ട്. ആ 2 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ആദ്യം എടുത്ത് 2 തീമത്തിയോസ് 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും, വല്യമ്മച്ചി ലോവീസിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ യൂനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തീമത്തിയോസ് ജനിച്ച് വളർന്ന വീടിന്റെ പ്രത്യേകത ദൈവത്തോടുള്ള വിശ്വാസമുള്ള വീടായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു കൊടുത്ത വചനം, അമ്മ പറഞ്ഞു കൊടുത്ത വചനം. സ്തോത്രം. 2 ജനറേഷന്റെ മേൽ വീണ് കിടന്ന വചനത്തിന്റെ അനുഗ്രഹം ഭൗതിക മാതാവിലൂടെ വേണ്ട തീമത്തിയോസിന്റെ മേൽ റിലീസാകുക. സ്തോത്രം. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. മറ്റൊരു അനുഗ്രഹം 1 തീമത്തിയോസിന്റെ ലേഖനം
1-ാം 18 വാക്യം. മകനെ തീമത്തിയോസേ, ഇത് പറയുന്നത് സ്പിരിച്വൽ ഫാദറാ കേട്ടോ. മകനെ തീമത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. മുമ്പ് തീമത്തിയോസിന്റെ മീതെ വീണ് കിടന്ന സകല പ്രോഫസീസും പ്രവചനങ്ങളും ഒരൊറ്റ ആജ്ഞ കൊണ്ട് പൗലോസ് അതിനെ തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. ഇനി എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. പഴയ നിയമത്തിൽ 2 കരത്തിന്റെ കീഴെ താണിരുന്ന അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ ഒരു ദൃഷ്ടാന്തം ജോസഫ് ആയിരുന്നു. പുതുനിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ നിജപുത്രനാകുന്ന തീമത്തിയോസ് അതിലൊരു ദൃഷ്ടാന്തമായി നിൽക്കുന്നു. തീമത്തിയോസിന്റെ മീതെ ഈ 2 കരത്തിന്റെ അനുഗ്രഹമുണ്ട്. വെല്ലുമ്മച്ചിയുടെയും അമ്മയുടെയും വിശ്വാസവും പ്രാർത്ഥനയും അതിലൂടെ വെളിപ്പെട്ട് വന്ന വചനത്തിന്റെ അനുഗ്രഹം തീമത്തിയോസിന്റെ മേൽ കിടപ്പുണ്ട്. തൊട്ടിപ്പുറേ തൻ്റെ സ്പിരിച്വൽ ഫാദറായ പൗലോസ് തീമത്തിയോസിനോട് പറയുകയാ, മകനെ തീമത്തിയോസേ, കാലങ്ങളായി നിന്റെ മീതെ കിടക്കുന്ന പ്രവചനങ്ങളില്ലേ, നീ കേട്ട പ്രവചനം എൻ്റെ ഈ ആജ്ഞ കൊണ്ട് ആക്ടിവേറ്റ് ആകാൻ പോകുകയാണെന്ന്. 2 കരത്തിൻ്റെയും അനുഗ്രഹം തീമത്തിയോസിന്റെ മേൽ വന്ന് വീഴുക. പിന്നെ തീമത്തിയോസിനെ കാണുന്നത് എഫെസോസിന്റെ ഉണർവിനകത്താ. വാവ്, എഫെസോസ് പോലൊരു സിറ്റിക്കകത്ത് സഭ പ്രബലപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പട്ടണം. എഫെസോസിന്റെ പശ്ചാത്തലം നമുക്കറിയാലോ. പൗലോസ് എഫെസോസിൽ എത്തുന്നത് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലാ. ബൈബിൾ ഇങ്ങനെ എഴുതി, അപ്പൊല്ലോസ് കോരിന്തിലിരിക്കെ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ എഫെസോസിലെത്തി. അവിടെ വരുമ്പോ ഭയങ്കര ചലനമൊക്കെ ഉണ്ട്. പൗലോസ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ല. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ വലിയ ഇമ്പാർട്ടേഷൻ ഉണ്ടായി. ഈ എഫെസോസ് സിറ്റിക്കകത്തുണ്ടായിരുന്ന വേറൊരു ആത്മമണ്ഡലം, ദുരാത്മമണ്ഡലം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 19 വീട്ടിൽ പോയി ധ്യാനിക്കണേ. അന്ന് അവിടെ ഉണ്ടായിരുന്നത് വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ ഉണ്ടാക്കുന്ന ഡെമത്രിയോസ് എന്ന് പറയുന്നൊരു തട്ടാൻ അവിടെ ഉണ്ടായിരുന്നു. ഡെമട്രിയോസിന്റെ ബിസിനസ് എന്നാണെന്നറിയാമോ? അവരുടെ ദൈവത്തെ ഡിസൈൻ ചെയ്യുക. ഒരു സിറ്റിക്കകത്ത് ഒരുത്തൻ അവന്റെ ദൈവത്തെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഡിസൈൻ ചെയ്തവൻ ആ പട്ടണത്തിൽ വന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവത്തെ രൂപകൽപ്പന ചെയ്യുന്നവരുടെ നടുവിലേക്ക് ദൈവം രൂപകൽപ്പന ചെയ്യുന്നവൻ ഇറങ്ങി വന്നു. അന്ന് ഡെമത്രിയോസിന്റെ അക്കൗണ്ട് പൂട്ടിയില്ലേ? എഫെസോസിന്റെ സകല എക്കണോമിയെയും അവിടുത്തെ റവന്യൂ മുഴുവൻ അർത്തമീസിന്റെ പേരിൽ, ഡയാനയുടെ പേരിൽ കൈവശമാക്കിയിരുന്ന സ്തോത്രം ഡെമത്രിയോസിന്റെ ബിസിനസിനെ കർത്താവ് പൂട്ടിച്ചില്ലേ? എന്തോ ഞാൻ ആത്മമണ്ഡലത്തിൽ സെൻസ് ചെയ്യുന്നു, ഈ ദേശത്തിന്റെ നടുവിൽ ജനത്തിന്റെ നന്മയെ ചോർത്തിക്കളയുന്ന പൈശാചിക കുടിയിരിപ്പുകളുടെ സ്വാധീനത്തെ ഈ ആരാധന നിമിത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്ത് മാറ്റാൻ പോകുകയാ. ഇന്ന് ഈ നൈറ്റ് പ്രയർ ഇവിടെ അവസാനിക്കുമ്പോൾ, ഇതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ, നന്മയെ അടക്കി പൂട്ടിവെച്ചിരിക്കുന്ന ചില അർത്തമീസിന്റെ സ്വാധീനങ്ങളെ പൊളിച്ചു മാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരം വിശ്വസിക്കാൻ പറ്റുന്നവർ കർത്താവിന് ആരാധന കൊടുത്തു. ഈ ഉണർവിനെ അടുത്തൊരു കാലഘട്ടത്തിൽ പിടിക്കാൻ എനിക്ക് തീമത്തിയോസുമാരെ വേണമെന്ന് എഴുന്നേൽക്കുന്നു. എന്തോ എന്റെ അകം കത്തുന്നു. അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കാൻ, നിജപുത്രന്മാരായ ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കാൻ, അടുത്ത ജനറേഷനെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഭാരതത്തിന്റെ മണ്ണിൽ എഴുന്നേൽപ്പിക്കാൻ അടുത്ത തിമോത്തി ജനറേഷൻ എഴുന്നേൽക്കട്ടെ. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ, വചനത്തിനകത്തിന് തിരിയാതെ ദൈവമഹത്വത്തിലേക്ക് ഒരു സിറ്റിയെ തിരിക്കാൻ തന്റെ ഇടമുള്ള തീമത്തിയോസുമാരെ പുറത്തെടുക്കാൻ പൗലോസ് എന്ന ആത്മമനുഷ്യന്റെ മേൽ പകർന്ന പിതൃത്വത്തിന്റെ അഭിഷേകത്തെ ഇന്ന് രാത്രി ദൈവസഭയുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഇതിനകത്തുള്ള ലോബീസുമാരോട്, ഇതിനകത്തുള്ള യുനീക്കമാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിങ്ങളുടെ കരത്തിൽ കിടന്ന്, നിങ്ങളുടെ കരത്തിൽ വളർന്ന തലമുറകളെ രാജ്യത്തിന്റെ തീമത്യോസുമാരായി എഴുന്നേൽപ്പിക്കാൻ അർത്തമീസിനോട് കോംപ്രമൈസ് ചെയ്യാത്ത, എഫെസോസിന്റെ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്ത തീമത്യോസുമാരെ പുറത്തെടുക്കാനുള്ള ദൈവിക നിയോഗത്തെ, കുടുംബത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടിയവൻ, ആത്മീക പിതാവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയവൻ, ഇവനെ ആർക്കാ ഒതുക്കാൻ പറ്റുന്നേ? പൗലോസ് കയറി ചെന്ന് ഡെമത്രിയോസിന്റെ സംവിധാനത്തെ പൊട്ടിച്ചു. എഫെസോസിനകത്ത് മാസ് റിവൈവൽ നടക്കുക.
പട്ടണം ഇളകി മറിയുകയാ. യൗവനക്കാർ ദൈവത്തെങ്കിലേക്ക് തിരിയുകയാ. തെരുവിൽ ആരാധന നടക്കുന്നു, കൂട്ട സ്നാനങ്ങൾ നടക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ ശക്തമായൊരു സഭയാക്കി എഫെസോസിലെ സഭകളെ മാറ്റാൻ ദൈവത്തിന് തിരിഹിതം തോന്നിയത് അന്ന് നിയോഗമുള്ള ഒരു അഭിഷക്തനെ, തന്റെ നിജപുത്രനെ അവിടെ ആക്കി വെച്ച് അന്ന് തുറന്നൊരു ആത്മതലമാണെങ്കിൽ വിശ്വസിച്ചോ, ഇവിടെ നിന്ന് ചലിക്കുന്ന സ്റ്റേഷൻ വർക്കുകൾ, ഇവിടെ നിന്ന് ചലിക്കുന്ന ചില വർക്കുകൾ, ചില പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില മൂവുകളിലേക്ക് ചലിപ്പിക്കാൻ പോകുക. ജെറുസലേം ചർച്ചിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ആത്മതലത്തെ എഫെസോസിന്റെ മണ്ണിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് തുറന്നുവെങ്കിൽ യൗവനക്കാരെ മുഴുവൻ പാപത്തിന്റെ രാഗമോഹങ്ങളുടെ അകത്ത് രസിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് എഫെസോസിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക. പാപം ചെയ്യാൻ ലൈസൻസ് ഉള്ള പട്ടണം, അതിനുള്ള സകല സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സിറ്റി. വേണ്ട, ഇതിൻ്റെ തെരുവുകളിൽ വർഷിപ്പ് തുടങ്ങി. ഉണ്ടോ? ഇതിൻ്റെ തെരുവുകളിൽ ആരാധന തുടങ്ങി. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറ അവിടെ എഴുന്നേറ്റു. രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. ആ സഭയോടല്ലേ പൗലോസ് പിന്നത്തേതിൽ പറഞ്ഞത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന്. ഇങ്ങനെ ഈ നിലകളിൽ ഈ സഭയെ പാകപ്പെടുത്തിയെടുക്കാൻ കർത്താവ് കണ്ടതൊരു തീമത്യോസിനെ അല്ലേ? പൗലോസ് തുടങ്ങി വെച്ചതിനെ പൂർത്തീകരിക്കാൻ തീമത്യോസിന് കർത്താവ് നിയോഗം കൈമാറിയില്ലേ? കരത്തിന്റെ കീഴിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരെ കർത്താവ് അത്ഭുതകരമായിട്ട് മാനിക്കും. മറ്റൊന്നും പിടികിട്ടിയില്ലെങ്കിലും ഞാനൊരു വാചകം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകയാ. ഇതൊരു പ്രബോധനമാ. ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാ. ഇത് ദൈവരാജ്യത്തിന്റെ ടോപ്പ് സീക്രട്ടാ. തക്ക സമയത്ത് ഉയർത്തപ്പെടണോ? ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താണിരിക്കണം. ഏതാ കരം? അത് വീട്ടിലെ പപ്പയാ, മമ്മിയാ, അത് ചർച്ചിലെ പാസ്റ്ററാ, സ്പിരിച്വൽ ലീഡർഷിപ്പാ. ആരോ ഏതോ എങ്ങനെയോ ആയിക്കോട്ടെ, അതിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ കീഴ്പ്പെട്ട് നിൽക്കുന്നവർ ഈ കാലഘട്ടത്തിൽ റൈറ്റ് ടൈമിൽ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് എഴുന്നേക്കാൻ പോകുകയാ. ഈ 6ാമത്തെ രാത്രി ഈ സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവർ ചേർന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങൾക്ക് ഒരു നിമിഷം സ്വസ്ഥാനത്ത് എഴുന്നേക്കാൻ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റാട്ടെ. ലേബ്രോക്കോ ഫീഷ്യസ് മർഥേ റിയാം ഥൊറോനിയ. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ലെമോസിക്കിറ്റി റബ്ബിയ നഹന്തേയ. ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചേ.